എല്ലാവർക്കും ആത്മപ്രണാമം. ആയുഷ്കല പഠന പരിശീലന ക്ലാസ്സിൽ അംഗമായിരിക്കുന്ന എല്ലാവരെയും ഹിമാലയൻ സിദ്ധാശ്രമ യോഗ സാധക കേന്ദ്രം സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ആയുഷ്കല എന്താണ്, എന്തിനാണ്, എങ്ങനെയാണ്, ഈ പരിശീലനത്തിൻ്റെ ഗുണങ്ങൾ, പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം. ആയുഷ്കല പരിശീലനത്തിൻ്റെ ആദ്യ 5 ദിവസങ്ങൾ, ഇന്ന് മുതൽ ഉള്ള 5 ദിവസങ്ങൾ, എന്താണ് ആയുഷ്കല, എന്തിനാണ് ആയുഷ്കല, എങ്ങനെയാണ് പരിശീലിക്കേണ്ടത്, ഇതിൻ്റെ ഗുണങ്ങൾ, പ്രയോജനങ്ങൾ എന്തെല്ലാമാണ്, ഈ അനുഷ്ഠാനം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ ജീവിതത്തിൽ പുലർത്തേണ്ട പ്രത്യേക നിയമങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിലേതാനും ഭാഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും. വരുന്ന 5 ദിവസങ്ങളിൽ തുടർച്ചയായി ആയുഷ്കലയെക്കുറിച്ചുള്ള തിയററ്റിക്കലായിട്ടുള്ള, സൈദ്ധാന്തികമായിട്ടുള്ള ക്ലാസ്സുകൾ നൽകും. കാരണം ഏതൊരു വിഷയം നമ്മൾ പഠിക്കുന്നതിന് മുമ്പും ആ വിഷയം എന്താണെന്നും അതെന്തിനാണ് പഠിക്കുന്നതെന്നും അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മളുടെ സമയവും നമ്മളുടെ ഊർജവും നമ്മളുടെ ശ്രദ്ധയുമാണ് ആയുഷ്കലാ പഠനത്തിനായിട്ട് നമ്മൾ ആദ്യമായി കൊടുക്കേണ്ടത്. ജീവിതത്തിന് ഒരു നിഷ്ഠയും ഒരു ദിനചര്യയും അടുക്കും ചിട്ടയും ആവശ്യമാണ്. ആയുഷ്കല വളരെ പൗരാണികമായ പരിശീലനമാണ്. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഭാരതത്തിൽ ഉദ്ഭവിച്ച ഈ ഒരു മഹാവിദ്യ ഭാരതീയ ഋഷി ഗുരു പരമ്പരകളിലൂടെ പ്രചരിപ്പിക്കപ്പെട്ട വിദ്യയാണ്. ഇത് പഠിക്കുന്നതിന് ഇന്ന ജാതിയെന്നോ മതമെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഇന്ന രാഷ്ട്രക്കാരനെന്നോ ഉള്ള യാതൊരു ഭേദഭാവങ്ങളുമില്ല. മനുഷ്യരായി പിറന്ന ഏതൊരാൾക്കും ആയുഷ്കല അഭ്യസിക്കാവുന്നതാണ്. ഇതിൻ്റെ മൂലരൂപം അറിയപ്പെടുന്നത് ശിവകുണ്ഡലിനി യോഗം എന്നുള്ളതാണ്. പൗരാണികമായൊരു ധ്യാന വിദ്യയാണിത്. ഇതിൽ പ്രാണായാമങ്ങളും മന്ത്രജപങ്ങളും ധ്യാന പരിശീലനങ്ങളും സങ്കല്പക്രിയകളും ഉൾക്കൊള്ളുന്നു. ഏതാണ്ട് 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെയാണ് ആയുഷ്കലയുടെ ലെവൽ 1, ലെവൽ 2 പ്രാക്ടീസുകൾക്കായി വേണ്ടിവരുന്നത്. പരിശീലനങ്ങൾ രാവിലെയോ വൈകിട്ടോ ചെയ്യാം. എങ്കിലും ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിൽ രാവിലെ തന്നെ പരിശീലിക്കുന്നതാണ് ഉത്തമം. രാവിലെ 4 മണി മുതൽ 6 മണി വരെയുള്ള ബ്രഹ്മമുഹൂർത്ത സമയം, സരസ്വതിയാമം ഏറ്റവും ഉത്തമമാണ്. ആ സമയം നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഒരു 8 മണിക്ക് മുമ്പെങ്കിലും ഈ പരിശീലനം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മളൊരു ദിവസത്തിൻ്റെ തുടക്കത്തിൽ നമ്മളെ പോസിറ്റീവാക്കുന്ന, ക്രിയേറ്റീവാക്കുന്ന, നമ്മളെ എനർജൈസ് ചെയ്യുന്ന, നമ്മളുടെ ശരീരത്തെ, മനസ്സിനെ, ബൗദ്ധിക തലത്തെ ഊർജ്ജസ്വലമാക്കുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് ആ ദിവസം മുഴുവൻ നിലനിൽക്കും എന്നുള്ളതാണ്. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ആയുഷ്കല നമ്മളുടെ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ ഊർജ്ജസ്വലമാക്കുന്ന ടെക്നിക്കാണ്. ശരീരത്തിന് നല്ല ആരോഗ്യവും മനസ്സിന് ശാന്തിയും സന്തോഷവും ആത്മബലവും ഇത് വർദ്ധിപ്പിക്കും. നിലവിൽ ആയിരക്കണക്കിന് ആൾക്കാർ ഈ ഒരു പരിശീലനം ചെയ്യുന്നുണ്ട്. ആയുഷ്കല പരിശീലനത്തിന് ലെവൽ 1 മുതൽ ലെവൽ 11 വരെ, 1 മുതൽ 11 വരെ ലെവലുകളുണ്ട്. നിലവിൽ ഇതിൻ്റെ 8ാം തലത്തിലുള്ള പരിശീലനങ്ങൾ ചെയ്യുന്ന യോഗ പഠിതാക്കളുമുണ്ട്. അപ്പോൾ നമ്മളെല്ലാം ഇതിൻ്റെ ലെവൽ 1 തുടക്കത്തിൽ ചേർന്നിരിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, ദിവസത്തിൽ ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് സമയം ആയുഷ്കല പരിശീലനത്തിനായിട്ട് കൊടുക്കണം. രാവിലെ 4 മണി മുതൽ 6 മണി വരെ ഏറ്റവും ഉത്തമമായ സമയമാണ്. ഇല്ലെങ്കിൽ രാവിലെ 8 മണിക്കുള്ളിൽ ഇത് പ്രാക്ടീസ് ചെയ്യാം. രാവിലെ സാധ്യമല്ല എങ്കിൽ വൈകിട്ട് 5 മണി മുതൽ 9 മണി വരെയുള്ള സമയങ്ങളും ആയുഷ്കല ചെയ്യുവാനായിട്ട് ഉപയോഗിക്കാം. ഇതാണ് അടിസ്ഥാനപരമായി ആയുഷ്കല പരിശീലിക്കേണ്ട സമയത്തെപ്പറ്റി പറയാനുള്ളത്. പരിശീലനങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധാപൂർവം ചെയ്യണം. മടിയോടെ ചെയ്യരുത്, അശ്രദ്ധമായി ചെയ്യരുത്, അലസതയോടെ ചെയ്യരുത്. ഭൗതിക ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും ഒക്കെ വിജയിക്കാൻ വേണ്ട ഏറ്റവും വലിയൊരു ഗുണമാണ്, ക്വാളിറ്റിയാണ് ശ്രദ്ധ. ശ്രദ്ധാപൂർവം അറിഞ്ഞ് ആസ്വദിച്ച് ലയിച്ചു ചെയ്യണം. ഈ വിദ്യ എൻ്റെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും സന്തോഷവും ആരോഗ്യവും ഉണ്ടാക്കുമെന്ന വിശ്വാസത്തോടെ ആയുഷ്കല നമ്മൾ പരിശീലിക്കണം. വിശ്വാസമാണ് എല്ലാം. ശരിയായ ശ്രദ്ധയോടെ, വിശ്വാസത്തോടെ നിത്യവും ഇത് പരിശീലിച്ചാൽ ജീവിതത്തിൽ
വലിയ മാറ്റങ്ങൾ ആയുഷ്കല കൊണ്ടുവരും. ആയുഷ്കല എന്നത് ആയുസ്സിൻ്റെ കലയാണ്, ജീവിതത്തിൻ്റെ കലയാണ്. നമ്മുടെ ജീവിതത്തെ ശാന്തവും സ്വസ്ഥവും ആരോഗ്യകരവും സന്തോഷപൂർവവുമാക്കുക എന്നുള്ളതാണ് ഈ പരിശീലനത്തിൻ്റെ ഉദ്ദേശം. നമ്മളുടെ ശരീരത്തെ ക്ലേശിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനെ വളയ്ക്കുന്ന, ഒടിക്കുന്ന ആ തരത്തിലുള്ള കഠിനമായ ഒരു ക്രിയകളും ആയുഷ്കലയിലില്ല. യോഗശാസ്ത്രത്തിൽ പരാമർശിക്കപ്പെടുന്ന ലളിതമായ പ്രാണായാമ പരിശീലനങ്ങളും മന്ത്രജപ പരിശീലനങ്ങളും ധ്യാന പരിശീലനങ്ങളും നമ്മളുടെ മനസ്സിൻ്റെ ബലം വർദ്ധിപ്പിക്കുന്ന സങ്കല്പ ശാക്തീകരണ ക്രിയകളും ഉൾക്കൊള്ളുന്ന ഒരു ശാസ്ത്രീയമായ പരിശീലന സമ്പ്രദായമാണ് ആയുഷ്കല. മുമ്പ് പറഞ്ഞതുപോലെ ഈ വിദ്യ പഠിക്കുന്നതിന്, ചെയ്യുന്നതിന് ജാതി, മതം, വർഗം, വർണ്ണം, ലിംഗം, രാഷ്ട്രം, സ്ത്രീ, പുരുഷൻ എന്നുള്ള യാതൊരു ഭേദഭാവങ്ങളുമില്ല. ഇത് മനുഷ്യർക്ക് വേണ്ടിയുള്ള ശാസ്ത്രമാണ്, മാനവ പരിണാമ ശാസ്ത്രമാണെന്നാണ് യോഗികൾ പറയുക. ഈ വിദ്യ നമ്മൾ ജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ശാരീരിക തലത്തിൽ, മാനസിക തലത്തിൽ, ബൗദ്ധിക തലത്തിൽ, നമ്മുടെ ആത്മീയ തലത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ ഏതാനും ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. നമ്മൾ സ്റ്റുഡൻസിനോട് പറയാറുണ്ട്, നിങ്ങളിതൊരു 30 ദിവസം തുടർച്ചയായി ചെയ്യുക. ലെവൽ 1 നിങ്ങളൊരു 30 ദിവസം തുടർച്ചയായി ശ്രദ്ധയോടെ, നിഷ്ഠയോടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. 30 ദിവസത്തിന് ശേഷം നിങ്ങൾക്കിത് ചെയ്തിട്ട് ഒരു ഗുണവും തോന്നിയില്ല, ശാരീരികമായി ഒരു ഗുണം തോന്നിയില്ല, മാനസികമായ ഗുണം തോന്നിയില്ല, അതിനെ നിങ്ങൾ ഉപേക്ഷിക്കുക. കാരണം നമ്മളെല്ലാവരും നമ്മളുടെ സമയവും ഊർജവും ശ്രദ്ധയും ജീവിതത്തിൽ നൽകിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാനാവാത്ത ഒരു കാര്യമാണ് സമയം. കടന്നു പോകുന്ന ഓരോ സമയവും നമ്മളുടെ ആരോഗ്യവും ആയുസ്സും കുറഞ്ഞു വരികയാണ്. ഭൂമിയിലെ നമ്മളുടെ ജീവിതം കുറഞ്ഞു വരികയാണ്. ആയുഷ്കല പറയുന്നത് തന്നെ ഓരോ നിമിഷവും നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുക, ആരോഗ്യത്തോടെ ജീവിക്കുക, ശാന്തിയോടെ ജീവിക്കുക. എല്ലാ രംഗത്തും നിങ്ങൾ ഇടപെടുന്ന എല്ലാ മേഖലകളിലും, ഭൗതിക രംഗത്താവട്ടെ ആത്മീയ രംഗത്താകട്ടെ, നിങ്ങൾ വിജയിക്കുക. വ്യക്തിപരമായി നിങ്ങൾ ശാന്തരാകുക, സ്വസ്ഥരാകുക, സന്തോഷവാന്മാരാകുക, ആരോഗ്യവാന്മാരാകുക. വ്യക്തി എന്ന് പറയുമ്പോൾ നമുക്ക് ശരീരമുണ്ട്, മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്, ആത്മാവുണ്ട് എന്നാണ് യോഗയുടെ വീക്ഷണം. അപ്പോൾ നമ്മളുടെ ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും നമ്മുടെ ഉള്ളിലെ ഈശ്വരീയമായൊരു ചൈതന്യത്തെയും വികസിപ്പിക്കുന്ന, പരിണമിപ്പിക്കുന്ന വിദ്യയാണ് ആയുഷ്കല എന്നുള്ളത്. ഇതാർക്കും പഠിക്കാം, ആർക്കും ചെയ്യാം. 30 ദിവസം പ്രാക്ടീസ് ചെയ്യുക, ഇതിൻ്റെ ഗുണഫലം നിങ്ങൾ അറിയും. അപ്പോൾ ആയുസ്സിൻ്റെ കലയാണ് ആയുഷ്കല എന്ന് പറഞ്ഞു, ജീവിതത്തിൻ്റെ കലയാണ് ആയുഷ്കല എന്ന് പറഞ്ഞു. ജീവിതത്തിൽ ആരോഗ്യവും ശാന്തിയും സമാധാനവും സന്തോഷവും നൽകുന്ന ലളിതമായൊരു ക്രിയയാണ്. കഠിനമായ ക്രിയയല്ല, ലളിതമായൊരു ക്രിയയാണ്. എന്തിനാണ് നമ്മളിത് പ്രാക്ടീസ് ചെയ്യുന്നത്? എനിക്കും നിങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യർക്കും 24 മണിക്കൂറുകളാണുള്ളത്. ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാന ഘടകം ടൈം മാനേജ്മെൻ്റ് ആണ്. എങ്ങനെ നമ്മൾ സമയത്തെ വിനിയോഗിക്കുന്നു. നിങ്ങളൊരു IAS പരീക്ഷയിൽ വിജയിക്കണമെങ്കിൽ 8-10 മണിക്കൂർ IASലെ വിവിധ വിഷയങ്ങളെപ്പറ്റി നിങ്ങൾ പഠിക്കണം. അതല്ലാതെ നിങ്ങൾ സിനിമയ്ക്ക് പോയതുകൊണ്ടോ വെറുതെ കിടന്നുറങ്ങിയതുകൊണ്ടോ ഒരിക്കലും വിജയിക്കാൻ സാധ്യമല്ല. ഈ ലോകത്ത് എന്ത് നേടണമെങ്കിലും കഠിന പ്രയത്നം ചെയ്യണം. ലോകത്ത് വിജയിച്ചിരിക്കുന്ന പല മഹാന്മാരെയും പല ബിസിനസ്സുകാരെയും പറ്റി നമ്മൾ പഠിക്കുക. അവരുടെ സമയവും ഊർജവും ശ്രദ്ധയും അവരൊരിക്കലും പാഴാക്കില്ല. ആത്മീയ മേഖലയിലാണെങ്കിലും ഭൗതിക മേഖലയിലാണെങ്കിലും നമ്മളുടെ കുടുംബജീവിതത്തിലാണെങ്കിലും നമ്മളുടെ പ്രൊഫഷനിലാണെങ്കിലും എവിടെ വിജയിക്കണമെങ്കിലും അവിടെ സമയവും ഊർജവും ശ്രദ്ധയും കൊടുക്കണം. പക്ഷെ അടിസ്ഥാനപരമായി നമ്മൾ പലപ്പോഴും പരാജയപ്പെടാനുള്ളൊരു കാരണം മനസ്സാണ്. മനസ്സ് ദുഃഖങ്ങളിലേക്ക് പോകുന്നു, മനസ്സ് പരാജയങ്ങളിലേക്ക് പോകുന്നു. നടക്കില്ല, വിജയിക്കില്ല, ഉയരില്ല, വളരില്ല, എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി, ഞാൻ രോഗിയാണ്, ഞാൻ ദരിദ്രനാണ് എന്നുള്ള ചിന്തയാണ് നമുക്കുള്ളത്. മനസ്സാണ് ഏറ്റവും വലിയ ശത്രുവും, മനസ്സാണ് ഏറ്റവും വലിയ മിത്രവും. എങ്ങനെ മനസ്സിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നു, എങ്ങനെ മനസ്സിനെ നിങ്ങൾ നിയന്ത്രിക്കുന്നു. മനസ്സ് പോസിറ്റീവാണെങ്കിൽ ജീവിതം പോസിറ്റീവാകും, മനസ്സ് നെഗറ്റീവാണെങ്കിൽ
ജീവിതം നെഗറ്റീവാകും. അപ്പോൾ മനസ്സിനെ ക്രിയേറ്റീവാക്കുന്ന, പോസിറ്റീവാക്കുന്ന, എനർജൈസ് ചെയ്യുന്ന, സമയത്തെ ശരിയായി വിനിയോഗിക്കാൻ പഠിപ്പിക്കുന്ന ലളിതമായ ക്രിയയാണ് ആയുഷ്കല. വ്യക്തി എന്നത് ശരീരം, മനസ്സ്, ബുദ്ധി, ആത്മാവ് 4 ഘടകങ്ങളുടെ സംയോജിത രൂപമാണെന്ന് നമ്മൾ പറഞ്ഞു. ശരീരം ആരോഗ്യപൂർണമാവണം, മനസ്സും ബുദ്ധിയും ആത്മതലവും ആരോഗ്യപൂർണമാകണം, വികസിക്കണം. ശരീരം എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് ബാഹ്യ ശരീരാവയവങ്ങളുമുണ്ട്, ആന്തരിക ശരീരാവയവങ്ങളുമുണ്ട്. കൈകളും കാലുകളും ചെവിയും മൂക്കും കണ്ണും ഒക്കെ നമ്മളുടെ ബാഹ്യാവയവങ്ങളാണ്. ഹൃദയവും ശ്വാസകോശവും കരളും വൃക്കയും ആമാശയവും ഒക്കെ നമ്മളുടെ ആന്തരിക അവയവങ്ങളാണ്. തലച്ചോറും ശ്വാസകോശവും ദഹനേന്ദ്രിയവും ഒക്കെ ചേർന്നിട്ടാണ് നമ്മളുടെ ജീവിതം നിലനിൽക്കുന്നത്. ആഹാരം കഴിച്ചും വെള്ളം കുടിച്ചും വായു ശ്വസിച്ചും ആരോഗ്യ നിയമങ്ങളെ പാലിച്ചുമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആധുനിക കാല മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് ശാരീരികമായി നേരിടുന്ന രോഗങ്ങൾ. 1 പാരമ്പര്യ രോഗങ്ങളുണ്ട്, 2 ജീവിതശൈലി രോഗങ്ങളുണ്ട്. പാരമ്പര്യ രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെയും അമ്മയിലൂടെയും നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ അവരുടെ ജീനുകൾ വഴി നമ്മളിലേക്ക് വരുന്നത് പാരമ്പര്യ രോഗങ്ങളാണ്. ജീവിതശൈലി രോഗങ്ങളുണ്ട്. ശരിയായ വ്യായാമം ചെയ്യാത്തതുകൊണ്ട്, ശരിയായ രീതിയിലുള്ള ആഹാരക്രമം പിന്തുടരാത്തതുകൊണ്ട്, ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട്, വിശ്രമത്തിൻ്റേതായിട്ടുള്ള ഇഷ്യൂസ് കൊണ്ട്, ശരിയായ പ്രകൃതി ബന്ധമില്ലാത്തതുകൊണ്ട്, ആരോഗ്യ നിയമങ്ങളെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ലംഘിക്കുന്നത് കൊണ്ട് ശരീരം രോഗഗ്രസ്തമാകുന്നു. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കണമെങ്കിൽ ശരീരം ആരോഗ്യകരമായിരിക്കണം. ശരീരം ആദ്യം ഖലുധർമ്മ സാധനം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മളുടെ ഈ ജീവിതം നന്നായിട്ട് പോകണമെങ്കിൽ ശരീരം ആരോഗ്യത്തോടെ ഇരിക്കണം. അപ്പോൾ പാരമ്പര്യ രോഗങ്ങളെയും ജീവിതശൈലി രോഗങ്ങളെയും, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, അങ്ങനെയൊക്കെ തെറ്റായ ഭക്ഷണക്രമത്തിലൂടെ, വ്യായാമരാഹിത്യത്തിലൂടെ ഉണ്ടാകുന്ന പല രോഗങ്ങൾ, ഇതിനെയൊക്കെ പ്രതിരോധിക്കുവാനും നിവാരണം ചെയ്യുവാനും ആയുഷ്കല നമ്മളെ സഹായിക്കും. കാരണം ശരീരത്തെ ഊർജ്ജസ്വലമാക്കുന്ന അതിശക്തമായ പ്രാണായാമങ്ങളുണ്ട്. അതിലൂടെ ബാഹ്യാവയവങ്ങളും ആന്തരികാവയവങ്ങളും നമ്മളുടെ ന്യൂറോ സംവിധാനവും ഹൃദയവും ശ്വാസകോശവും ആർട്ടറീസും വെയിൻസും ഗ്ലാൻസും കരളും വൃക്കകളും എല്ലാ ആന്തരികാവയവങ്ങളും ബാഹ്യാവയവങ്ങളും ഹോർമോൺ സംവിധാനവും ശാന്തമാകും, സ്വസ്ഥമാകും, ആരോഗ്യകരമാകും. ആരോഗ്യമുള്ളൊരു ശരീരത്തിലെ ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടാകും. ആരോഗ്യമുള്ളൊരു മനസ്സാണ് ശരിയായ ഷാർപ്പായ ബുദ്ധിയെ നൽകുന്നത്. ശരീരവും മനസ്സും ബുദ്ധിയും ആരോഗ്യകരമായാൽ മാത്രമേ നമുക്ക് ഉയർന്ന ഈശ്വരീയ അനുഭവങ്ങളിലേക്ക്, അനുഭൂതികളിലേക്ക് പോകാൻ കഴിയൂ. അപ്പോൾ ആയുഷ്കല നമ്മളുടെ ശരീരത്തെ എനർജൈസ് ചെയ്യുന്നു. പുനർനവയാണ് ആയുഷ്കല. ലളിതമായ പ്രാണായാമ ക്രിയകളിലൂടെ ബാഹ്യാന്തരിക അവയവങ്ങളെ ശക്തമാക്കാൻ കഴിയും. അതിലൂടെ പാരമ്പര്യ രോഗങ്ങളെയും ജീവിതശൈലി രോഗങ്ങളെയും പ്രതിരോധിക്കുവാൻ കഴിയും. ശരീരം പോലെ തന്നെ മറ്റൊരു തലമാണ് മനസ്സ്. ശരീരം കാണാം, മനസ്സ് കാണാൻ സാധ്യമല്ല. മുമ്പേ പറഞ്ഞതുപോലെ ജീവിതം പോസിറ്റീവാക്കുന്നതും നെഗറ്റീവാക്കുന്നതും മനസ്സിൻ്റെ ചിന്തകളാണ്. ഒരുത്തനെ ഉത്സാഹിയാക്കി മാറ്റുന്നതും മടിയനാക്കി മാറ്റുന്നതും അവൻ്റെ മനസ്സാണ്. അലസമായ മനസ്സ് ചെകുത്താൻ്റെ പണിപ്പുരയാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഊർജ്ജസ്വലമായ മനസ്സ് ജീവിത വിജയത്തിൻ്റെ ശക്തമായ ആയുധമാണ്. അല്ലേ? ജീവിതം പടപൊരുതലാണ്. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇവിടെ നന്മയുമുണ്ട്, തിന്മയുമുണ്ട്, ഗുണവുമുണ്ട്, ദോഷവുമുണ്ട്, നേട്ടവുമുണ്ട്, കോട്ടവുമുണ്ട്, ജയവുമുണ്ട്, പരാജയമുണ്ട്. ഇതിലേതിനെ ചൂസ് ചെയ്യണം, ഏതിനെ തിരഞ്ഞെടുക്കണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുക. നമ്മളുടെ ജീവിതത്തിൻ്റെ വിജയവും പരാജയവും ആത്യന്തികമായി തീരുമാനിക്കുന്നത് നമ്മളാണ്. അതിൽ മനസ്സ് പ്രധാനപ്പെട്ട ഘടകമാണ്. മനസ്സിനെ ശാന്തമാക്കണം, മനസ്സിനെ ശക്തമാക്കണം, മാനസികമായ ദൗർബല്യങ്ങളെ ഇല്ലായ്മ ചെയ്യണം. അതിന്ന് നമുക്ക് ഒരു കോളേജിലും സ്കൂളിലും പഠിക്കാൻ സാധിക്കുന്നില്ല. എങ്ങനെ മനസ്സിനെ കൺട്രോൾ ചെയ്യണം, മനസ്സിനെ എങ്ങനെ ശാന്തമാക്കണം, മനസ്സിനെ എങ്ങനെ ശക്തമാക്കണം. പക്ഷേ അതിനുള്ള വിദ്യകൾ പൗരാണിക യോഗ സമ്പ്രദായങ്ങളിൽ, ആയുഷ്കലയിൽ പറയുന്നുണ്ട്. മനസ്സിനെ ശാന്തവും സ്വസ്ഥവും ആരോഗ്യകരവുമാക്കാൻ നമുക്ക് കഴിയും. നമ്മളുടെ മനസ്സ് സംഘർഷഭരിതമാകുമ്പോഴാണ്, അവനവൻ്റെ ഉള്ളിലുണ്ടാകുന്ന സംഘർഷമാണ് ദേഷ്യമായി, കോപമായി ഒക്കെ പുറത്തേക്ക് പോകുന്നത്. നിങ്ങൾ മാനസികമായി എത്രത്തോളം ശാന്തരാണ്, സന്തോഷവാന്മാരാണ്, അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ പെരുമാറ്റങ്ങൾ. അപ്പോൾ മനസ്സിനെ ശാന്തമാക്കാനും സ്വസ്ഥമാക്കാനും ആയുഷ്കല സഹായിക്കുന്നു. നമ്മളുടെ ബുദ്ധിയെ വർദ്ധിപ്പിക്കാൻ, നല്ല രീതിയിലുള്ള ഗ്രഹണശക്തിയും ഓർമ്മശക്തിയും അതീന്ദ്രിയമായ പല അനുഭവങ്ങളും അനുഭൂതികളും നമുക്കുണ്ടാക്കാൻ ആയുഷ്കലയിലെ പരിശീലനങ്ങൾ സഹായിക്കും.
നമ്മുടെ ബ്രെയിൻ പവർ ഡെവലപ്പ് ചെയ്യും. മറ്റൊന്ന് നമ്മുടെ ഉള്ളിലെ ആത്മചൈതന്യമാണ്. ഹുവാമൈ, ഞാൻ ആരാണ്, ഈശ്വരനുണ്ടോ ഇല്ലയോ, എവിടെയാണ്, ഉള്ളിലാണോ പുറത്താണോ, ഇതിനെ കാണാൻ കഴിയുമോ തുടങ്ങിയിരിക്കുന്ന അന്വേഷണങ്ങളുണ്ട്. സൈദ്ധാന്തിക തലം അല്ലെ, തത്വ ചിന്ത എന്നൊക്കെ പറയും. ആ മേഖലകളിലേക്കൊക്കെ പോകുവാനും ബുദ്ധിപരമായ ഉയർന്ന വിചാരങ്ങളിലേക്ക് പോകുവാനും ഒപ്പം നമ്മുടെ ഉള്ളിൽ അനന്തകോടി പ്രഭയോടെ വിളങ്ങുന്ന നമ്മുടെ യഥാർത്ഥ ശക്തിയെ, ചൈതന്യത്തെ, ദൈവിക ബോധത്തെ തിരിച്ചറിയുവാനും ആയുഷ്കല പരിശീലനം നമ്മളെ സഹായിക്കുന്നു. ആയുഷ്കല എന്ന് പറയുന്നത് വളരെ പൗരാണികമായ ഒരു ധ്യാന പരിശീലനമാണ്. പ്രാണായാമവും ധ്യാനവും മന്ത്രജപവും മനസ്സിനെ ശാക്തീകരിക്കുന്ന, ശക്തമാക്കുന്ന മനഃശക്തി വർദ്ധക ക്രിയകൾ അല്ലെങ്കിൽ സങ്കല്പ ശാക്തീകരണ ക്രിയകൾ ഉൾക്കൊള്ളുന്ന ലളിതമായൊരു പരിശീലനമാണ് ആയുഷ്കല എന്ന് പറഞ്ഞു. ശാരീരികമായി നമ്മളെ ക്ലേശിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും അതിൻ്റെ അകത്തില്ല. നമുക്ക് എവിടെയെങ്കിലും സുഖമായി ചമ്രം പടിഞ്ഞ നിലത്തിരുന്നോ കസേരയിലിരുന്നോ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പരിശീലനമാണ് ആയുഷ്കല. പൗരാണികമാണ്. ഭാരതീയ ഋഷി ഗുരു പരമ്പരകളിലൂടെ പ്രചരിപ്പിക്കപ്പെട്ട വിദ്യയാണ്. അതിൻ്റെ മൂലരൂപം അറിയപ്പെടുന്നത് ശിവകുണ്ഡലിനി യോഗം എന്നുള്ളതാണെന്ന് നമ്മൾ പറഞ്ഞു. ഇത് പഠിക്കുന്നതിന് ജാതി, മതം, വർഗം, സ്ത്രീ, പുരുഷൻ, ഇന്ന രാഷ്ട്രക്കാരൻ എന്ന യാതൊരു ഭേദഭാവവുമില്ല. ഏത് മനുഷ്യർക്കും പ്രാക്ടീസ് ചെയ്യാം. 10, 11, 12 വയസ്സ് മുതൽ ഉള്ള ഏതൊരാൾക്കും ഇത് പരിശീലിക്കാമെന്നും ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുകയുണ്ടായി. എന്താണ് ആയുഷ്കല എന്ന് ചോദിച്ചാൽ ശരീരത്തെ, മനസ്സിനെ, ബുദ്ധിയെ, നമ്മുടെ ഉള്ളിലെ ആത്മ ചൈതന്യത്തെ വികസിപ്പിക്കുന്ന, പരിണമിപ്പിക്കുന്ന ലളിതമായ യോഗ പരിശീലനമാണ്. പൗരാണികമായ യോഗക്രിയകളാണ് ആയുഷ്കല എന്നറിയപ്പെടുന്നത്. ആയുസ്സിൻ്റെ കലയാണ്, ജീവിതത്തിൻ്റെ കലയാണ്. ശരീരത്തെ ഊർജ്ജസ്വലമാക്കാൻ, മനസ്സിനെ ശാന്തവും ശക്തവുമാക്കാൻ, നമ്മുടെ ഓർമ്മശക്തി, ബുദ്ധിശക്തി ഇത് വർദ്ധിപ്പിക്കാൻ, നമ്മുടെ ഉള്ളിലെ ഈശ്വരീയ ചൈതന്യത്തെ, ആത്മചൈതന്യത്തെ, യഥാർത്ഥ സത്യത്തെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ലളിത വിദ്യയാണ് ആയുഷ്കല. എന്തൊക്കെയാണ് ഇത് ചെയ്താലുള്ള പ്രയോജനങ്ങൾ? ശരീരം ഊർജ്ജസ്വലമാകും, ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാൻ കഴിയും, നമ്മൾ നേരിടുന്ന പാരമ്പര്യ രോഗങ്ങളും അതേപോലെ ജീവിതശൈലി, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഇതിനെയൊക്കെ പ്രതിരോധിക്കാനും നിവാരണം ചെയ്യാനും ആയുഷ്കല സഹായിക്കും. മനസ്സ് ശാന്തമാകും, ശക്തമാകും. സ്നേഹം, കൃപ, സഹാനുഭൂതി, ഭൂതദയ തുടങ്ങിയിരിക്കുന്ന നല്ല ക്വാളിറ്റീസ്, മനസ്സിൻ്റെ ഗുണങ്ങൾ വർദ്ധിക്കും. ആത്മവിശ്വാസം, ധൈര്യം, എന്തിനേയും നേരിടാനുള്ള കഴിവ് തുടങ്ങിയിരിക്കുന്ന മനസ്സിൻ്റെ ശക്തികൾ വർദ്ധിപ്പിക്കാൻ കഴിയും. എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ, ദൗർബല്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ അതും പരിഹരിക്കാൻ ആയുഷ്കല പരിശീലനം കൊണ്ട് സാധ്യമാകും. നമ്മളെ ശക്തരാക്കും, ശക്തമായ മനസ്സിൻ്റെ ഉടമകളാക്കി ആയുഷ്കല മാറ്റും. നമ്മളെ ഓർമ്മശക്തി, ബുദ്ധിശക്തി വികസിപ്പിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക്, ഉദ്യോഗാർത്ഥികൾക്ക് ഒക്കെ വളരെ പ്രയോജനകരമാണ്. പ്രായമാകുമ്പോൾ പലർക്കും ഡിമെൻഷ്യ, ഓർമ്മക്കുറവ്, അൽഷിമേഴ്സ് പോലെയുള്ള സ്മൃതിനാശം അല്ലെങ്കിൽ ഓർമ്മശക്തി നശിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവിധ അസുഖങ്ങളുണ്ട്. സ്വന്തം പേര് പോലും മറന്നു പോകുന്ന, താൻ ആരാണെന്ന് പോലും മറന്നു പോകുന്ന അസുഖമാണ് അൽഷിമേഴ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രായമാകുമ്പോൾ നമ്മളുടെ ശരീര, മനോബൗദ്ധിക തലങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന പല രോഗങ്ങളെയും പ്രതിരോധിക്കാൻ ആയുഷ്കല സഹായിക്കും. ബുദ്ധിപരമായ ശക്തി വർദ്ധിപ്പിക്കും. നമ്മുടെ ഉള്ളിലെ ആത്മചൈതന്യത്തെ, ഷഠാധാര ചക്രങ്ങളെ, കുണ്ഡലിനി ശക്തിയെ ഊർജ്ജവൽക്കരിക്കാൻ, ഉണർത്താൻ, ഉയർത്താൻ ആയുഷ്കല വളരെ സഹായകരമാണ്. ഇതാണ് 1-ാം ദിവസത്തെ ക്ലാസ്സിൽ, ആമുഖ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു എന്താണ് ആയുഷ്കല, എന്തിനു വേണ്ടിയാണ് ആയുഷ്കല. ആയുഷ്കല പൗരാണികമായ പരിശീലനമാണ്, ധ്യാനമാർഗമാണ്, ഋഷിപ്രോക്തമായ പരിശീലനമാണ്. ആർക്കും ചെയ്യാം. ജാതി, മത, വർഗ, വർണ്ണഭേദങ്ങളൊന്നും ഇതിനില്ല. ചെയ്താൽ എന്താണ് ഗുണം? ശാരീരികമായും മാനസികമായും ബൗദ്ധികമായും ആത്മീയമായും, അതായത് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, വ്യക്തിത്വ വികാസം ആയുഷ്കലയിലൂടെ സാധ്യമാണ്. ലളിത പരിശീലനമാണ്, ശരീരത്തെ കഠിനമായി ക്ലേശിപ്പിക്കുന്നില്ല. രാവിലെയോ വൈകിട്ടോ 2 നേരമൊക്കെ ആയിട്ട് നമുക്കിത് പരിശീലിക്കാം. ആയുഷ്കല എങ്ങനെയാണ് ശാസ്ത്രീയമായി നമ്മളുടെ ശരീരത്തെ, മനസ്സിനെ, നമ്മുടെ ബൗദ്ധിക മണ്ഡലത്തെ, നമ്മുടെ ഉള്ളിലെ ആത്മചൈതന്യത്തെ, യഥാർത്ഥ സത്യത്തെ, സ്വരൂപത്തെ ഉണർത്തുന്നത്, ഉയർത്തുന്നത്, വികസിപ്പിക്കുന്നത്, പരിണമിപ്പിക്കുന്നത്? എന്താണ് ആയുഷ്കലയുടെ ശാസ്ത്രീയത എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ ചിന്താവിഷയം. മനുഷ്യൻ എന്ന് പറയുന്നത് ശരീരം, മനസ്സ്, ബുദ്ധി, ആത്മാവ് എന്നീ 4 ഘടകങ്ങളുടെ സംയോജിത രൂപമാണെന്ന് യോഗ പറയുന്നു. ഒരു സമ്പൂർണ്ണ വ്യക്തിത്വ വികാസം എന്ന് പറയുന്നത് ശാരീരികമായി നമ്മൾ പൂർണ്ണമായും ആരോഗ്യമുള്ളവരായിരിക്കണം. മനസ്സിന് ശാന്തിയും സ്വസ്ഥതയും ഉണ്ടാവണം.
ബുദ്ധിപരമായ കഴിവ്, ഗ്രഹണശക്തി, ഓർമ്മശക്തി, അപഗ്രഥന ശക്തി, നിർണയശക്തി, ആവിഷ്കരണ ശക്തി, ആശയസംവേദന ശക്തി, ലാവണ്യാസ്വാദന ശക്തി, ഗവേഷണ ശക്തി, അങ്ങനെ ബുദ്ധിയുടെ വിവിധ തലങ്ങളെ നമുക്ക് വികസിപ്പിക്കാൻ കഴിയണം. ആത്മീയമായി നമ്മുടെ ഉള്ളിലുള്ള സത്യത്തെ, ചൈതന്യത്തെ, ദൈവികതയെ തിരിച്ചറിയാൻ കഴിയണം. അപ്പോൾ ഇതിൽ ആയുഷ്കല പരിശീലനത്തിലൂടെ എങ്ങനെ നമുക്ക് ശാരീരികമായ വികാസമുണ്ടാകും? ആയുഷ്കല ചെയ്താൽ രോഗങ്ങൾ മാറുമോ? എനിക്കുള്ള പ്രഷർ, കൊളസ്ട്രോള്, പ്രമേഹം, കൈയിന് വേദന, കാലുവേദന, പുളിച്ചത് കെട്ടൽ, നെഞ്ചരിച്ചൽ, വയറ് സംബന്ധമായ അസിഡിറ്റി, ഗ്യാസ് ട്രബിൾ, മലബന്ധം പോലെയുള്ള ഇഷ്യൂസ്, ശ്വാസ സംബന്ധമായി നമ്മൾ നേരിടുന്ന ശ്വാസം മുട്ടൽ, ഹിസ്നോഫീലിയ, തുമ്മൽ, അലർജി, ഇങ്ങനെയുള്ള രോഗങ്ങളെ എനിക്ക് പ്രതിരോധിക്കാൻ കഴിയുമോ? ശരീരത്തെ ബലവത്താക്കാൻ കഴിയുമോ? എങ്ങനെയാണ് ഈ ആയുഷ്കല ചെയ്താൽ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കൂടുന്നത്? നമ്മളുടെ ശരീരം നിരന്തരമായി രോഗാണുക്കളുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ എത്രയെത്ര സ്ഥലങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു, എത്രയെത്ര രോഗകാരികളായിട്ടുള്ള അണുക്കൾ നമ്മളെ ആക്രമിക്കുന്നുണ്ട്. പക്ഷെ നമ്മളുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി, ഇമ്മ്യൂണിറ്റി പവർ, ഇതാണ് അധികം രോഗങ്ങളില്ലാതെ ശരീരത്തിനെ സംരക്ഷിക്കുന്നത്. ആയുഷ്കലയിൽ നമ്മൾ പരിശീലിക്കുന്ന പ്രാണായാമം എന്ന് വിളിക്കുന്ന പരിശീലനങ്ങൾ, ഊർജക്രിയകൾ എന്നാണ്, ഊർജ പ്രസരണ ക്രിയകൾ എന്നാണ് ഇത് അറിയപ്പെടുക. ഇത് നിരന്തരമായി നമ്മൾ പ്രാക്ടീസ് ചെയ്യുക വഴി ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാൻ കഴിയും. അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പ്രാണായാമങ്ങൾ മനുഷ്യ ശരീരത്തിൻ്റെ ബലവും മനുഷ്യൻ്റെ പ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കുമെന്നുള്ളത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു കാര്യമാണ്. അത്തരത്തിൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട പ്രാണായാമങ്ങളാണ് നമ്മളിവിടെ ഉപയോഗിക്കുക. ഊർജ ക്രിയകൾ, ഊർജ പ്രസരണ ക്രിയകൾ എന്ന് പറയും. അപ്പോൾ അതിലൂടെ നമ്മളുടെ കേന്ദ്ര നാഡീ വ്യവസ്ഥ, തലച്ചോറ് അല്ലെ, സെറിബ്രം, സെറിബെല്ലം, തലാമസ്, ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, മെഡല ഓബ്ലോംഗേറ്റ, ഇതൊക്കെ ഉൾക്കൊള്ളുന്ന നമ്മളുടെ തലച്ചോറ്, ലെഫ്റ്റ് ബ്രെയിൻ, റൈറ്റ് ബ്രെയിൻ അല്ലെ, അവിടുത്തെ നാഡീ സംവിധാനങ്ങളൊക്കെ ഉണ്ടെന്നറിയാം. അപ്പോൾ ശരിയായ പ്രാണായാമാദികളിലൂടെ ബ്രെയിൻ സെൽസ് ഉത്തേജിപ്പിക്കപ്പെടും. മാത്രമല്ല ആഴത്തിൽ ശ്വാസം എടുക്കുകയും വിടുകയും നമ്മൾ ചെയ്യുമ്പോൾ ശ്വാസകോശം വികസിക്കും, ശ്വാസകോശത്തിൻ്റെ ശേഷി വർദ്ധിക്കും. ശ്വസനേന്ദ്രിയ വ്യവസ്ഥ, ശ്വാസത്തെ സ്വീകരിക്കുന്നു, അതിൽ നിന്ന് ഓക്സിജനെ എടുക്കുന്നു, അല്ലെ, ഓക്സിജന്റെ സഹായത്തോടെ ശരീരത്തിൻ്റെ കലകളുടെ വികാസം, പരിണാമം, രക്തവ്യവസ്ഥ, ഇതിലൊക്കെ നമ്മളുടെ പോഷകങ്ങൾ ശരീരം സ്വീകരിക്കുന്നതിന് പിന്നിൽ ഓക്സിജൻ ഉണ്ട്. ജീവൻ നിലനിൽക്കുന്നതിന് പിന്നിൽ ഓക്സിജൻ ഉണ്ട്. ശരീരത്തിൻ്റെ ആന്തരിക സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത് പിന്നിൽ ജീവവായുവായ ഓക്സിജനാണുള്ളത്. അപ്പോൾ ശരിയായ ഓക്സിജൻ്റെ അറിഞ്ഞ ആഴത്തിൽ എടുക്കുക വഴി ശരിയായ ഓക്സിജൻ നമ്മുടെ ഉള്ളിൽ വരും. ശരീരത്തിൻ്റെ ശുദ്ധീകരണ പ്രക്രിയ നടക്കുന്നത് മലവിസർജനത്തിലൂടെ, മൂത്രത്തിലൂടെ, വിയർപ്പിലൂടെ, ഏറ്റവും പ്രധാനമായി നമ്മൾ പുറത്തേക്ക് വിടുന്ന ശ്വാസത്തിലൂടെ. അപ്പം അറിഞ്ഞ് ആഴത്തിൽ ശ്വാസത്തെ അകത്തേക്ക് എടുക്കുമ്പോൾ ശരിയായ ഓക്സിജൻ, ശരിയായ വികാസം ശ്വാസകോശത്തിനുണ്ടാകുന്നു. നല്ല രീതിയിലുള്ള ശ്വസനശേഷി വർദ്ധിക്കുന്നു. അറിഞ്ഞ് പുറത്തേക്ക് വിടുക വഴി ഉള്ളിലുള്ള ടോക്സിൻസുകൾ, അഴുക്കുകൾ ശ്വാസത്തിലൂടെ നന്നായി പുറംതള്ളി ശരീരത്തിൻ്റെ ശുദ്ധീകരണ പ്രക്രിയ കൂട്ടുന്നു. അലർജി, ശ്വാസം മുട്ടൽ, ഇതൊക്കെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും. ദഹനേന്ദ്രിയ വ്യവസ്ഥ, കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് പോഷകഘടകങ്ങളെ സ്വീകരിക്കുകയും വിസർജ്യത്തെ പുറന്തള്ളുകയും ചെയ്യുന്ന പ്രവർത്തനം. ഇതിനും പ്രാണായാമ പരിശീലനങ്ങൾ വളരെയധികം സഹായിക്കുന്നുണ്ട്. അസിഡിറ്റി, ഗ്യാസ് ട്രബിൾ, മലബന്ധം, പുളിച്ചത് കെട്ടൽ, അതേപോലെയുള്ള പ്രശ്നങ്ങളെ നമുക്ക് നിവാരണം ചെയ്യാൻ കഴിയും. വയറിന്, നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയ്ക്ക്, ആമാശയത്തിന് നല്ല ശക്തി വർദ്ധിക്കും. അപ്പോൾ തലച്ചോറിനെ, നമ്മളുടെ ശ്വാസകോശത്തെ, ഹൃദയത്തെ, ദഹനേന്ദ്രിയ വ്യവസ്ഥയെ വളരെ നല്ല രീതിയിൽ സ്വാധീനിക്കും. അതായത് ബാഹ്യവും ആന്തരികവുമായ ശരീര അവയവങ്ങളെ പ്രാണായാമത്തിലൂടെ ഊർജ്ജവൽക്കരിക്കാനും ബാഹ്യവും ആന്തരികവുമായ ശരീരാവയവങ്ങളുടെ രോഗാവസ്ഥകളെ പ്രതിരോധിക്കുവാനും നിവാരണം ചെയ്യുവാനും അതിലൂടെ ശരീരത്തിൻ്റെ ബലം വർദ്ധിപ്പിക്കുവാനും ആരോഗ്യം വർദ്ധിപ്പിക്കുവാനും ആയുഷ്കല വളരെ പ്രയോജനപ്രദമാണ്. ആയുഷ്കല ചെയ്യുന്നതിലൂടെ മനസ്സിൻ്റെ ശക്തി എങ്ങനെയാണ് വർദ്ധിപ്പിക്കാൻ കഴിയുക? ശരീരം കാണാൻ കഴിയും, മനസ്സ് കാണാൻ കഴിയില്ല. ഇന്നലെ നമ്മൾ പറഞ്ഞു, ജീവിതത്തെ ഉയർത്തുന്നതും വളർത്തുന്നതും പോസിറ്റീവാക്കുന്നതും നെഗറ്റീവാക്കുന്നതും ഒക്കെ മനസ്സാണ്. നിങ്ങളുടെ മനസ്സ് പോസിറ്റീവായാൽ ജീവിതം പോസിറ്റീവായി, മനസ്സ് നെഗറ്റീവായാൽ ജീവിതം നെഗറ്റീവായി. മനസ്സിനെ ശക്തീകരിക്കാൻ പ്രത്യേകിച്ച് ഗുളികകളോ ടോണിക്കുകളോ ഇല്ല. മനസ്സ് എന്ന് പറയുന്നത് സൂക്ഷ്മ വസ്തുവാണ്. ശരീരം കാണാൻ കഴിയും, മനസ്സ് കാണാൻ കഴിയില്ല. ചിന്തകൾ, ആഗ്രഹങ്ങൾ, വികാരങ്ങൾ, ഇവയുടെ സ്പന്ദന മണ്ഡലമാണ് മനുഷ്യ മനസ്സ്. ചിന്തകൾ, ആഗ്രഹങ്ങൾ, വികാരങ്ങൾ,
ഇവയുടെ സ്പന്ദന മണ്ഡലം. മനസ്സ് നമ്മളിൽ ആകെ വ്യാപിച്ചു നിൽക്കുന്നു. വളരെ വിശദമായി നമ്മൾ പിന്നീട് പഠിക്കും. അപ്പോൾ മനസ്സിൻ്റെ ഗുണങ്ങളെ വർദ്ധിപ്പിക്കാൻ സ്നേഹം, ദയ, സഹാനുഭൂതി, വാത്സല്യം, ഇതൊക്കെ മനസ്സിൻ്റെ ഗുണങ്ങളാണ്. ഒരു മനുഷ്യനാകുമ്പോൾ ഇത്തരത്തിലുള്ള നല്ല നല്ല ഗുണങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. വിരുദ്ധമായ ഗുണങ്ങളുണ്ട്, വിരുദ്ധമായിട്ടുള്ള ദുർഗുണങ്ങളുണ്ട് അല്ലെ? ദേഷ്യം, കോപം, അസൂയ അല്ലെ? ഷഡ്വൈരികൾ, കാമ, ക്രോധ, ലോഭ, മത, മാത്സര്യാദികളാകുന്ന ഷഡ്വൈരികളെ പറ്റി ചില ഗ്രന്ഥങ്ങളിൽ കാണാം. നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, നെഗറ്റീവായിട്ടുള്ള ആഗ്രഹങ്ങൾ, നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ്, ഞാൻ വളരില്ല, ഞാൻ ഉയരില്ല, എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി, ഇത്തരത്തിലുള്ള അധമ ചിന്തകൾ, ശിഥില ചിന്തകൾ, ഇതൊക്കെ മനസ്സിൻ്റെ ദുർഗുണങ്ങളാണ്, മനസ്സിൻ്റെ ദൗർബല്യങ്ങളാണ്, മനസ്സിൻ്റെ പ്രശ്നങ്ങളാണ്, മനസ്സിൻ്റെ രോഗങ്ങളാണ്. ഇത് നിവാരണം ചെയ്യണം. തീർച്ചയായിട്ടും ആയുഷ്കലയിലെ പ്രാണായാമ പരിശീലനങ്ങളും ഓം ചാൻറ്റിങ്ങും, നമ്മൾ ആദ്യം പഠിക്കുന്നത് ഓം ചാൻറ്റിങ് ആണ്, മന്ത്ര ചാൻറ്റിങ്. അത് വളരെ വേഗത്തിൽ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കും. പാട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? ഏത് ടെൻഷനുള്ള അവസ്ഥയിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേട്ടാൽ, ഒരു ഭജന കേട്ടാൽ മനസ്സ് ശാന്തമാകാറുണ്ട്. കരയുന്ന ഒരു കുഞ്ഞ് അമ്മയുടെ ഇടത് നെഞ്ചിൽ ചേർത്ത് പിടിച്ച് അതിനെ അമ്മ പുറത്ത് തട്ടി, അമ്മ വലിയ പാട്ടുകാരിയല്ല, പക്ഷെ മൂളിപ്പാട്ട് പാടുമ്പോൾ കരയുന്ന കുഞ്ഞ് ശാന്തമാകും. നാദം മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കും. അപ്പോൾ ഇവിടെ ഓം ചാൻറ്റിങ് എന്നുള്ള ഒരു കാര്യം ആയുഷ്കലയിൽ നമ്മൾ പഠിക്കുന്നു. അത് മനസ്സിനെ വളരെ വേഗത്തിൽ ശാന്താവസ്ഥയിലേക്ക് കൊണ്ടുപോകും. ഈ പറയുന്ന ക്രോധത്തെ, ദേഷ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ, മനസ്സിൻ്റെ ശാന്തവും സ്വസ്ഥവുമായൊരവസ്ഥ നമുക്ക് പ്രദാനം ചെയ്യാൻ ആയുഷ്കലയിലെ പ്രാണായാമങ്ങൾക്കും ധ്യാന പരിശീലനങ്ങൾക്കും മന്ത്രജപ പരിശീലനങ്ങൾക്കും സങ്കല്പക്രിയകൾക്കും സാധ്യമാണ്. മനസ്സിൻ്റെ ഗുണങ്ങൾ വർദ്ധിക്കും. മനസ്സിൻ്റെ ശക്തികൾ, ആത്മവിശ്വാസം, ധൈര്യം, സമചിത്തത, എന്തും നേരിടാനുള്ള കഴിവ്, ഇതൊക്കെ മനസ്സിന് വേണം. ജീവിതത്തിൽ ജയവും പരാജയവും ഉണ്ടാകുമെന്നറിയാം. പരാജയത്തിൽ ആകെ തളർന്നു പോകാതെ വീണ്ടും ഓരോ പരാജയത്തെയും വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാക്കി മാറ്റണമെങ്കിൽ മനസ്സ് ശക്തമാവണം, വേണ്ടേ? അപ്പോൾ അതിന് ധൈര്യം വേണം, മനസ്സിന് ശക്തി വേണം. നേരത്തെ പറഞ്ഞ പോലെ അതിനുള്ള ഗുളികകളില്ല. മനസ്സിനെ ശാക്തീകരിക്കാനുള്ള മാർഗം ചിന്തകളെ, ആഗ്രഹങ്ങളെ, വികാരങ്ങളെ പോസിറ്റീവാക്കുക, ക്രിയേറ്റീവാക്കുക, എനർജൈസ് ചെയ്യുക എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും ആയുഷ്കലയിലെ പ്രാണായാമ, മന്ത്രജപ, ധ്യാന, സങ്കല്പക്രിയകൾ കൊണ്ട് സാധ്യമാണ്. അങ്ങനെ മനസ്സിൻ്റെ ശക്തികൾ വർദ്ധിപ്പിക്കാൻ സാധിക്കും, മനസ്സിൻ്റെ ഗുണങ്ങൾ വർദ്ധിപ്പിക്കാൻ സാധിക്കും. മനസ്സിൻ്റെ ദൗർബല്യങ്ങൾ, ചിലർക്ക് ചില ദൗർബല്യങ്ങളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പോൾ ഇരുട്ടത്തിരിക്കാൻ പേടി അല്ലേ? ചില മാനിയകൾ, ചില ഫോബികളെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സഭാകമ്പം, ഒരു സദസ്സിനെ നോക്കി വർത്തമാനം പറയാനുള്ള മടി, പേടി, അങ്ങനെ ചെറുതും വലുതുമായ വിവിധ തലങ്ങളിലുള്ള മാനസിക പ്രശ്നങ്ങളുണ്ട്. ഇതിനൊക്കെ ഉത്തമ ഔഷധമാണ്, മെഡിസിനാണ് ആയുഷ്കല. മനസ്സിനെ ശാക്തീകരിക്കും, ശാന്തമാക്കും, സ്വസ്ഥമാക്കും, ഊർജ്ജസ്വലമാക്കും, മാനസിക ഗുണങ്ങൾ വർദ്ധിപ്പിക്കും, മാനസിക ശക്തികൾ വർദ്ധിപ്പിക്കും, മനസ്സിൻ്റെ പ്രശ്നങ്ങളെ, ദൗർബല്യങ്ങളെ ഇല്ലായ്മ ചെയ്യും. മനസ്സ് ശാന്തമാണോ, ജീവിതം ശാന്തമാണ്. മനസ്സ് ശക്തമാണോ, ജീവിതം ശക്തമാണ്. മനസ്സ് വിജയപ്രതീക്ഷയുള്ളതാണോ, ജീവിതം വിജയപ്രതീക്ഷയുള്ളതാവും. മനസ്സെപ്പോഴും ഊർജ്ജസ്വലമാണോ, സദാ ഊർജ്ജസ്വലരായിരിക്കാൻ കഴിയും. അത് ആയുഷ്കലയിലൂടെ സാധ്യമാണ്. മറ്റൊന്നാണ് നമ്മളുടെ ബുദ്ധി. ബുദ്ധിക്ക് പല തലങ്ങളുണ്ട്. സാമാന്യ ബുദ്ധി, അസാമാന്യ ബുദ്ധി എന്നൊക്കെ പറയും. വിശദമായി നമ്മൾ പിന്നീട് പഠിക്കും. അപ്പോൾ നമ്മൾ ഈ ആയുഷ്കലയിലെ പ്രാണായാമങ്ങളും മന്ത്രജപങ്ങളും ധ്യാന പരിശീലനങ്ങളും സങ്കല്പക്രിയകളും നമ്മളുടെ ബ്രെയിൻ സെല്ലുകളെ സ്വാധീനിക്കും. ഇപ്പം മന്ത്രവും പ്രാണായാമവും ധ്യാനവും ഒക്കെ മനുഷ്യൻ്റെ ആ ഒരു ഇൻ്റലക്ച്വൽ പവർ കൂട്ടുമെന്ന്, അവൻ്റെ ബ്രെയിനിൻ്റെ ശക്തി നമ്മളുടെ ന്യൂറോ സംവിധാനത്തെ കൂടുതൽ ആക്ടിവേറ്റ് ചെയ്യുമെന്ന് ഒരുപാട് പഠനങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ വഴി അതൊക്കെ പഠിക്കും. അപ്പോൾ ബുദ്ധിപരമായ കഴിവ് വികസിപ്പിക്കുവാനും ഈ പരിശീലനങ്ങൾ സഹായകരമാണ്. നമ്മുടെ ഉള്ളിലെ ആത്മചൈതന്യം, കുണ്ഡലിനി ശക്തി എന്ന് പറയും. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, മനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാര ഉൾക്കൊള്ളുന്ന ഷഠാധാര ചക്രങ്ങൾ, സഹസ്രാര ഉൾപ്പെടെ നമ്മളുടെ സപ്തചക്രങ്ങൾ, 7 ചക്രങ്ങൾ, എനർജി സെൻറ്ററുകളെ ആക്ടിവേറ്റ് ചെയ്ത് ജീവിതത്തിൽ ദൈവിക ബോധം നിറയ്ക്കുവാനും ആയുഷ്കല സഹായകരമാണ്. അപ്പോൾ ഈ ആയുഷ്കലയിൽ പഠിക്കുന്ന പ്രാണായാമങ്ങൾ, മന്ത്രജപങ്ങൾ, ധ്യാന പരിശീലനങ്ങൾ, സങ്കല്പക്രിയകൾ സയൻറ്റിഫിക്കാണ്. അത് ശരീര, മനോ, ഭൗതിക, ആത്മീയ തലങ്ങളെ നമ്മളുടെ വ്യക്തിത്വത്തെ വികസിപ്പിക്കും. വ്യക്തിപരമായി പൂർണ്ണ ആരോഗ്യം നേടാൻ ശാരീരികമായ ആരോഗ്യം, രോഗപ്രതിരോധ ശേഷി, പാരമ്പര്യ രോഗങ്ങളെ ചെറുക്കാൻ, ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാൻ, മനസ്സിനെ ശാന്തമാക്കാൻ, ശക്തമാക്കാൻ,
മാനസിക ഗുണങ്ങൾ വർദ്ധിപ്പിക്കാൻ, മാനസിക ശക്തികൾ വർദ്ധിപ്പിക്കാൻ, മാനസിക ദൗർബല്യങ്ങളെ, പ്രശ്നങ്ങളെ നിവാരണം ചെയ്യാൻ പറ്റുന്ന പരിശീലനമാണ് ആയുഷ്കല എന്ന് നമ്മൾ പറഞ്ഞു. നമ്മളുടെ ബുദ്ധിശക്തി, ഓർമ്മശക്തിയുടെ വികാസത്തിന് സഹായിക്കുന്ന വിദ്യയാണ് ആയുഷ്കല എന്ന് നമ്മൾ പരിചയ ക്ലാസ്സുകളിൽ പറഞ്ഞു. നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന കുണ്ഡലിനി ശക്തിയെ, ഷഡാധാര ചക്രങ്ങളോടുകൂടിയ ഡിവൈൻ പവറിനെ ഉണർത്താൻ സഹായിക്കുന്ന വിദ്യയാണ് ആയുഷ്കല എന്ന് പറഞ്ഞു. വ്യക്തിത്വ വികാസം, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് നേടിത്തരുന്ന വിദ്യയാണ് ആയുഷ്കല. കഴിഞ്ഞ 2 ദിവസത്തെ ക്ലാസ്സുകളിൽ നമ്മൾ എന്താണ് ആയുഷ്കല, എന്തിനാണ് ആയുഷ്കല, അതിൻ്റെ ഗുണങ്ങൾ എന്താണ്, പ്രയോജനങ്ങൾ എന്താണ് എന്നാണ് പരിചയപ്പെട്ടത്. ഇവിടെ ആയുഷ്കലയിൽ നമ്മൾ പഠിക്കുന്ന യോഗാനുഷ്ഠാന പരിശീലനങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ പരിശീലനമാണ് പ്രാണായാമം എന്ന് വിളിക്കുന്ന പരിശീലനം ഇവിടെ നമ്മൾ ചെയ്യുന്നുണ്ട്. പ്രാണായാമം യോഗശാസ്ത്രത്തിലെ അതീവ ശക്തമായ ഒരു അനുഷ്ഠാന വിദ്യയാണ്. പ്രാണനെ ആയാമം ചെയ്യുന്ന വിദ്യയാണ് പ്രാണായാമം. പ്രാണനെ ആയാമം ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രാണനെ നിയന്ത്രിക്കുക, പ്രാണനെ അറിയുക. പ്രാണൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ഒരു മഹത്തായ ശക്തിവിശേഷമാണ് പ്രാണൻ എന്ന് പറയുന്നത്. നമ്മൾ പ്രാണനാഥൻ, പ്രാണനാഥേ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? പ്രാണൻ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഉള്ളിലെന്ന് നമുക്കറിയാം. ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോൾ നമ്മൾ പറയുന്നത് അയാളുടെ പ്രാണൻ പോയി എന്നാണ് പറയുക. അപ്പോൾ നമ്മളെ ജീവിപ്പിക്കുന്ന, നിലനിർത്തുന്ന, മുന്നോട്ട് നയിക്കുന്ന ഒരു ശക്തി വിശേഷമാണ് പ്രാണൻ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും ആഹാരം കഴിക്കാറുണ്ട്. ഇപ്പോൾ രാവിലെ നമ്മൾ ഇഡലിയും ചട്നിയും കഴിക്കുന്നു. ഇഡലി ചട്നിയോട് കൂട്ടി നമ്മൾ കുഴച്ച് നാവിലേക്ക് വയ്ക്കുന്നു. നാവിൽ ഇഡലിയും ചട്നിയും വരുമ്പോൾ നാവിൻ്റെ രസമുകുളങ്ങൾ, അതിൻ്റെ സ്വാദ് ആസ്വദിക്കുന്നു. നമ്മുടെ വായിലെ ഉമിനീരുമായി കലർന്ന്, പല്ലതിനെ ചവച്ച് 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 ഉമിനീരുമാക്കി കലർത്തി അതിനെ നമ്മളുടെ അന്നനാളത്തിലൂടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നു. അത് ആമാശയത്തിലെത്തുന്നു. ആമാശയം ദഹനരസത്തെ ഉൽപ്പാദിപ്പിച്ച് നമ്മൾ കഴിച്ച ഇഡലി ചട്നി ദഹിപ്പിക്കുന്നു. പോഷകങ്ങൾ ചെറുകുടൽ വഴി നമ്മൾ സ്വീകരിക്കുന്നു. ശരീരം ആഗിരണം ചെയ്യുന്നു. വിസർജ്യത്തെ വൻകുടലിലൂടെ പുറന്തള്ളുന്നു. ഹൃദയം പമ്പ് ചെയ്തുകൊണ്ട് രക്തത്തിലൂടെ പോഷകങ്ങളെ ശരീരകലകളിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള നമ്മളുടെ അവയവങ്ങൾ വളരുന്നു, ജീവിക്കുന്നു. അപ്പോൾ നോക്കൂ, നമ്മളുടെ ഈ ആമാശയം പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ വളരെ സൂക്ഷ്മമായ പ്രവർത്തനങ്ങൾ നമ്മളുടെ കൺട്രോളിലല്ല. ഇഡലിയും ചട്നിയും കൂട്ടിക്കുഴച്ച് നാവിലേക്ക് വെച്ചത് മാത്രമേ നമുക്കറിയൂ. അവിടെ നാവിൽ ഉമിനീര് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, അല്ലേ? പല്ലതിനെ ചവച്ചുകൊണ്ടിരിക്കുന്നു. ഈ നാവാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടി സഞ്ചരിക്കുകയാണ്, ഈ പല്ലിൻ്റെ ഇടയിൽ കൂടി സഞ്ചരിക്കുന്നുണ്ട്. വല്ലപ്പോഴും ഒന്നല്ലാതെ നമ്മളെപ്പോഴും തമ്മിലത് നാവിൻ്റെ ഇടയിൽ, പല്ലിൻ്റെ ഇടയിൽ നാവ് പോവാറില്ല. വളരെ സിസ്റ്റമാറ്റിക്കായിട്ടത് ചവയ്ക്കുന്നുണ്ട്, അല്ലേ? അന്നനാളത്തിലൂടെ ദഹനേന്ദ്രിയത്തിലെത്തുമ്പോൾ, നമ്മളുടെ ആമാശയത്തിലെത്തുമ്പോൾ അതിനാവശ്യമായ ദഹനരസം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ആരാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്? എൻ്റെ ആമാശയമാണ്, എൻ്റെ വയറാണെന്ന് പറയുമ്പോഴും നമ്മൾ അറിയുന്നില്ല എങ്ങനെ ശരീരം പോഷകത്തെ സ്വീകരിക്കുന്നു, ഈ വിസർജ്യത്തെ പുറന്തള്ളുന്നത് എങ്ങനെയാണ് ഈ പ്രക്രിയ നടക്കുന്നത്, എങ്ങനെയാണ് പോഷണം വലിച്ചെടുക്കുന്നത്, രക്തത്തിലേക്ക് കലരുന്നത്, രക്തം ഓരോ സെല്ലുകളിലും എത്തുന്നത്, ഓക്സിജൻ്റെ സഹായത്തോടെ ഈ പ്രവർത്തനം നടത്തുന്നത്, ഇതൊന്നും നമുക്കറിയില്ല. ഇതെൻ്റെ ശരീരമാണെന്ന് ഞാൻ അഭിമാനിക്കുമ്പോഴും ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കോടാനുകോടി പ്രവർത്തനങ്ങൾ നമ്മളുടെ കൺട്രോളിലല്ല. നമ്മൾ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഓക്സിജൻ അല്ല എടുക്കുന്നത്. ഓക്സിജൻ മാത്രമല്ല, ഹൈഡ്രജനും നൈട്രജനും ഹീലിയം ആർഗണും ഒക്കെ ഉണ്ട്. അതിൽ നിന്ന് നമ്മളുടെ വളരെ ഇൻ്റലിജൻ്റായ ശ്വാസകോശം ഓക്സിജനെ സ്വീകരിക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് ഉൾപ്പെടെയുള്ളതിനെ പുറന്തള്ളുന്നു. ആരാണ് ഈ ശ്വാസകോശത്തിന് ഈയൊരു ഇൻ്റലിജൻ്റായിട്ടുള്ള ഈയൊരു കഴിവ് നൽകിയതെന്ന് ആലോചിച്ച് നോക്കുക. എൻ്റെ ശ്വാസകോശമാണ് ഇതെന്ന് ഞാൻ പറയുമ്പോഴും അതും ഞാൻ നേരിട്ടറിയുന്നില്ല. മറ്റേതോ ഒരു ശക്തിയാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളുടെ കണ്ണിൻ്റെ കാഴ്ച, ചെവിയുടെ കേൾവി, ഹൃദയത്തിൻ്റെ സ്പന്ദനം, വൃക്കകളുടെ പ്രവർത്തനം, കരളിൻ്റെ പ്രവർത്തനം. ഇതൊന്നും യഥാർത്ഥത്തിൽ നമ്മളുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലല്ല. 90% മനുഷ്യ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളും മറ്റേതോ ഒരു ശക്തിയാണ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. കൈപൊക്കാനും കാല് പൊക്കാനും തലയാട്ടാനും ആട്ടാതിരിക്കാനും ഒക്കെ നമുക്ക് കഴിയും. പക്ഷെ നമ്മുടെ ഉള്ളിലെ കരളിനെ പ്രവർത്തിപ്പിക്കുന്ന ശക്തി ആരാണ്? വൃക്കകളെ പ്രവർത്തിപ്പിക്കുന്ന ശക്തി ആരാണ്? കഴിക്കുന്ന ആഹാരത്തെ ദഹിപ്പിക്കുന്നതും പോഷകത്തെ സ്വീകരിക്കുന്നതും വിസർജ്യത്തെ പുറന്തള്ളാൻ ആമാശയത്തെ വയറിനെ പ്രാപ്തമാക്കുന്നതുമായിട്ടുള്ള ഇൻ്റലിജൻ്റ് സംവിധാനം ഏതാണ്?
എടുക്കുമ്പോൾ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന വായുവിൽ നിന്ന് ഓക്സിജനെ മാത്രം സ്വീകരിച്ച് മറ്റുള്ളതിനെ പുറന്തള്ളാനുള്ള ശേഷി, കഴിവ് ശ്വാസകോശത്തിന് നൽകിയ ശക്തി ആരാണ്? ചെവിയെ കേൾപ്പിക്കുന്ന ശക്തി ആരാണ്? കണ്ണിന് കാഴ്ച നൽകുന്ന ശക്തി ഏതാണ്? 5 വയസ്സിലിരുന്ന പോലെയല്ല നിങ്ങൾ 50-ആം വയസ്സിലിരിക്കുന്നത്. നിങ്ങളുടെ ശരീരം വളർന്നു. ആരാണ് എൻ്റെ ശരീരത്തെ വളർത്തിയത്? എല്ലുകൾ വളർന്നു അല്ലേ? നമ്മുടെ അവയവഘടനകളൊക്കെ വളർന്നു. ഞാൻ വളർന്നു. ആരാണ് ഈ വളർച്ചയ്ക്ക് പിന്നിലുള്ള ശക്തി? ഇതിനേക്കാൾ സൂക്ഷ്മമാണ് നമ്മളുടെ ജീവൻ. എന്താണ് ജീവൻ? ഇന്നലെ വരെ തോളിൽ കൈയിട്ട് നടന്ന നമ്മളുടെ ഒരു കൂട്ടുകാരൻ ചിലപ്പോൾ ഒരു 1/2 മിനിറ്റ് കൊണ്ട് ഒരു ഹാർട്ട് അറ്റാക്ക് കൊണ്ട് കുഴഞ്ഞു വീണ് മരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ അവൻ്റെ ശരീരം കാണുന്നു. അവനാണ് അവിടെ കിടക്കുന്നത്. പക്ഷെ അവൻ നമ്മളെ കണ്ടിട്ട് പ്രതികരിക്കുന്നില്ല, കണ്ണു തുറക്കുന്നില്ല. സാധാരണ നമ്മളെ കാണുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്ന, ഹസ്തദാനം നൽകുന്ന, പുഞ്ചിരിക്കുന്ന അവൻ നിശ്ചലനായി കിടക്കുന്നു, അവൾ നിശ്ചലയായി കിടക്കുന്നു. എന്താണ് അവനിൽ നിന്ന് പോയത്? എന്താണ് അവളിൽ നിന്ന് പോയത്? അല്ലേ, അവൻ്റെ പ്രാണൻ പോയി എന്ന് പറഞ്ഞു. അവൻ്റെ മരണം പോയി. മരിച്ചു. ജീവൻ പോയി. എന്താണ് ജീവൻ? എന്താണ് മരണം? ഇതിനൊക്കെ പിന്നിലുള്ള ശക്തി ഏതാണ്? അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉടലെടുക്കുന്ന ഒരു ചെറിയ മാംസക്കഷ്ണം, ഒരു ബീജവും അണ്ഡവും യോജിച്ച് സ്ത്രീയുടെ ഉള്ളിൽ ഗർഭാശയത്തിൽ ഒരു ചെറിയ മാംസക്കഷ്ണമായിട്ടാണ് ജീവൻ, ഒരു കുഞ്ഞിൻ്റെ ആദ്യ രൂപം ഉടലെടുക്കുന്നത്. അത് ഭ്രൂണമായി വളർന്ന് പിന്നീട് ഓരോ മാസവും വളരുന്നു. കൈ വരുന്നു, കാല് വരുന്നു, മൂക്ക് വരുന്നു, ചെവി വരുന്നു. അമ്മയുടെ ഗർഭാശയത്തിനുള്ളിൽ 9 മാസത്തോളമൊക്കെ ആകുമ്പോൾ ഒരു പൂർണ്ണ ശിശുവായി മാറുന്നു. ആരാണ് ഈ കുഞ്ഞിന് ഇത്ര പ്രത്യേകമായ രീതിയിൽ അവൻ്റെ കാല് വളർത്തിയതും കൈ വളർത്തിയതും ഗർഭത്തിൽ അവനെ ആ ഫ്ലൂയിഡിൻ്റെ ഉള്ളിൽ സംരക്ഷിക്കുന്നതുമായ ശക്തി ഏതാണ്? നമുക്കറിയില്ല. നാം അറിഞ്ഞതിനേക്കാൾ കൂടുതൽ അറിയാത്തതാണ് ഈ പ്രപഞ്ചത്തിലുള്ളത്. നമ്മൾ പലപ്പോഴും ഔട്ടർ വേൾഡിലാണ്, നമ്മൾ ഇന്നർ വേൾഡിലേക്ക് പോകുന്നില്ല. നമ്മളെപ്പറ്റി പഠിച്ചാൽ, ഈ ലോകത്തെപ്പറ്റി പഠിച്ചാൽ, ഭൂമിയെപ്പറ്റി പഠിച്ചാൽ, ജീവനെപ്പറ്റി പഠിച്ചാൽ, മരണത്തെപ്പറ്റി ചിന്തിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അറിഞ്ഞതിനേക്കാൾ കൂടുതൽ അറിയാത്ത കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ഉള്ളിലും പുറത്തും നടക്കുന്ന, നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ, സ്ഥൂലവും സൂക്ഷ്മവുമായ കോടാനുകോടി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന, നയിക്കുന്ന ഡിവൈൻ പവറാണ്, അല്ലെങ്കിൽ മഹത്തായൊരു എനർജിയാണ് പ്രാണൻ എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ ഉള്ളതുപോലെ തന്നെ ഈ ഭൂമിയെയും ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും നമ്മളീ പറയുന്ന ക്ഷീരപഥങ്ങളെയും നമ്മൾ ഭൂമി, സൂര്യൻ ഉൾക്കൊള്ളുന്ന സൗരയൂഥങ്ങളെയും ഒക്കെ നയിക്കുന്ന ശക്തി നമുക്കറിയില്ല. അതിനെ പ്രാണൻ എന്ന് യോഗിമാർ പറയുന്നു. പ്രാണനം ചെയ്യിപ്പിക്കുന്ന, ജീവിപ്പിക്കുന്ന, നയിക്കുന്ന ശക്തി, അകത്തും പുറത്തുമുള്ള ആ ഒരു ഡിവൈൻ പവർ എന്നാണ് പറയുക. അപ്പോൾ ആ പ്രാണനെ ആയാമം ചെയ്യുന്ന മെത്തേഡാണ് പ്രാണായാമം എന്ന് പറയുന്നത്. നമ്മൾ ആയുഷ്കലയിൽ പഠിക്കുന്ന പ്രാണായാമങ്ങൾ ബാഹ്യാന്തരിക ശരീര അവയവങ്ങളെ, മനസ്സിനെ, ബുദ്ധിയെ, നമ്മുടെ ഉള്ളിലെ ആത്മചൈതന്യത്തെ വികസിപ്പിക്കുന്ന ടെക്നിക്കുകളാണ്. ശ്വാസത്തെ ഒരു പ്രത്യേക രീതിയിൽ എടുക്കുകയും ഒരു പ്രത്യേക രീതിയിൽ വിടുകയും ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിനുള്ളിലെ ഓക്സിജൻ്റെ പ്രവാഹത്തെ ശക്തമാക്കുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ അല്ലെങ്കിൽ പുറത്തേക്കുള്ള വായുവിനെ ശക്തമായി വിട്ടുകൊണ്ട് ആന്തരികമായ ശുദ്ധീകരണത്തിന് സഹായിക്കുകയും ചെയ്യുന്ന വിദ്യയാണ് പ്രാണായാമം. പ്രാണായാമത്തിലൂടെ ശരീരം ഊർജ്ജസ്വലമാകും. ഏത് ക്ഷീണാവസ്ഥയിൽ നിന്നും ഊർജ്ജസ്വലമായ അവസ്ഥയിലേക്ക് വരും. മനസ്സ് സൂക്ഷ്മതയുള്ളതാകും. മനസ്സിൻ്റെ ശാന്തി വർദ്ധിക്കും. നമ്മൾ ഇൻ്റലക്ച്വലായിട്ടുള്ള പവർ, ബുദ്ധിശക്തി വികസിക്കും. പ്രാണായാമത്തിലൂടെ നമ്മൾ ഇൻ്റലക്ച്വൽ പവർ വർദ്ധിപ്പിക്കാമെന്ന് ശാസ്ത്രീയമായി ഒരുപാട് പഠനങ്ങൾ ഇന്നുണ്ട്. ഒപ്പം നമ്മുടെ ഉള്ളിൽ ഉള്ള ഷഠാധാര ചക്രങ്ങളെ, കുണ്ഡലിനി ശക്തിയെ ഉണർത്താനായിട്ട് സഹായിക്കും. ആയുഷ്കലയിൽ ഊർജ്ജപ്രസരണ പ്രാണായാമങ്ങൾ അല്ലെങ്കിൽ ഊർജ്ജക്രിയാ പ്രാണായാമങ്ങൾ എന്ന ഈ പറയുന്ന പ്രയോജനങ്ങൾ നൽകുന്ന സവിശേഷമായ, എന്നാൽ ലളിതമായ, ആർക്കും ചെയ്യാൻ കഴിയുന്ന, സിമ്പിളായി ചെയ്യാൻ കഴിയുന്ന ടെക്നിക്സ് നമ്മൾ പഠിക്കുന്നു. അപ്പോൾ ആയുഷ്കലയിൽ പഠിക്കുന്ന സുപ്രധാനമായൊരു വിദ്യയാണ് ഊർജ്ജക്രിയ, ഊർജ്ജപ്രസരണക്രിയ പ്രാണായാമങ്ങൾ. ആയുഷ്കലയിൽ ഊർജ്ജപ്രസരണക്രിയ പ്രാണായാമങ്ങളെപ്പോലെ തന്നെ പഠിക്കുന്ന മറ്റൊരു വിദ്യയാണ് ഓം മെഡിറ്റേഷൻ എന്ന് പറയും. നാദബ്രഹ്മയോഗം, നാദബ്രഹ്മശാസ്ത്രം, നാദയോഗം, ജപയോഗം, ലയയോഗം എന്നൊക്കെ വിളിക്കുന്ന യോഗശാസ്ത്രത്തിലെ ഒരു സവിശേഷമായിട്ടുള്ളൊരു മെത്തേഡാണ് ഈ പറയുന്ന ഓം ധ്യാനവിദ്യ എന്ന് പറയുന്നത്. ഓംകാര മെഡിറ്റേഷൻ അല്ലെങ്കിൽ പ്രണവധ്യാനവിദ്യ എന്ന് പറയും. ശബ്ദം മനുഷ്യ മനസ്സിനെ വളരെയധികം സ്വാധീനിക്കാറുണ്ട്. നമ്മളുടെ വീട്ടിലേക്ക് ഒരാൾ വരുന്ന സമയത്ത് വരൂ, കയറിയിരിക്കൂ എന്ന് വളരെ ശാന്തതയോടെ, പുഞ്ചിരിയോടെ പറയുമ്പോൾ ആ ശബ്ദം ആ മനുഷ്യനെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്, അല്ലേ? ഇറങ്ങിപ്പോടാ എന്ന് പറയുമ്പോൾ ആ ഒരു ഇമോഷൻസ് അയാളെ സ്വാധീനിക്കുന്നത്
ദുഃഖകരമായ രീതിയിലാണ് അല്ലേ. നമ്മളെ ദേഷ്യപ്പെടുത്തുന്നതും നമ്മളോട് ദേഷ്യപ്പെടുന്നതും അതുപോലെ തന്നെ നമ്മളോട് സ്നേഹത്തോടെ പെരുമാറുന്നതിനും പിന്നിൽ ശബ്ദം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ശബ്ദത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു വിദ്യയാണ് ഇവിടെ നമ്മൾ പഠിക്കുന്ന ശബ്ദാധിഷ്ഠിത വിദ്യ അല്ലെങ്കിൽ ശബ്ദാധിഷ്ഠിത ധ്യാന വിദ്യ. അതിലൊന്നാണ് പ്രണവധ്യാന വിദ്യ അല്ലെങ്കിൽ ഓം മെഡിറ്റേഷൻ എന്ന് പറയും. നമ്മൾ ആദ്യ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ശബ്ദം മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കുന്നു. നമ്മൾ വളരെയധികം ടെൻസ്ഡ് ആയിരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേട്ടാൽ, ഭജന കേട്ടാൽ മനസ്സ് ശാന്തമാകുന്നു. അപ്പോൾ ശബ്ദം മനസ്സിനെ സ്വാധീനിക്കുന്നില്ലേ? ഒരാൾ നമ്മളോട് ഈ പറഞ്ഞ പോലെ സ്നേഹത്തോടെ സംസാരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, സ്നേഹം ഉണ്ടാകുന്നു. ഒരുത്തൻ നമ്മളോട് ദേഷ്യപ്പെടുമ്പോൾ ആ ശബ്ദം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നു, ദേഷ്യമുണ്ടാകുന്നു, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പ്രണവധ്യാന വിദ്യ ഉണ്ടായത്. നമ്മളുടെ മനസ്സിനെ വളരെ വേഗത്തിൽ ശാന്തമാക്കാനും പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികൾ, പോസിറ്റീവായിട്ടുള്ള എനർജികൾ നമ്മളുടെ ബ്രെയിനിൽ, മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യാനും പ്രണവധ്യാന വിദ്യയ്ക്ക് പ്രത്യേകമായ കഴിവുണ്ട്. ഓം മെഡിറ്റേഷൻ. ഓം ജപിക്കുന്നത്, ഓം ഏതെങ്കിലും ഒരു മതാധിഷ്ഠിതമായൊരു വിദ്യയില്ല. യോഗയ്ക്ക് മതമില്ല, ആയുഷ്കലയ്ക്ക് മതമില്ല. മതമുള്ളയാൾക്കും മതമില്ലാത്തയാൾക്കും പഠിക്കാം. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ജാതി മതവർഗ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും പഠിക്കാവുന്ന വിദ്യയാണ്. സംഗീതത്തിന് മതമുണ്ടോ? ഇല്ല. ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും പാഴ്സിയും ജൈനനും മതമുള്ളയാളും മതമില്ലാത്തയാൾക്കും ഒക്കെ സംഗീതം ഇഷ്ടമാണ്. കാരണം അത് സംഗീതം കേൾക്കുമ്പോൾ നമുക്ക് എത്ര ശാന്തിയാണ് ഉണ്ടാകുക, സന്തോഷമാണ് ഉണ്ടാവുക. എന്നതുപോലെ യോഗശാസ്ത്രത്തിലെ ജപയോഗ മെത്തേഡുകളിൽ അല്ലെങ്കിൽ മന്ത്രാധിഷ്ഠിത ധ്യാന മെത്തേഡുകളിൽ ഒരുപാട് മന്ത്രാസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. മന്ത്രങ്ങൾ മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കുന്നു. മന്ത്രതരംഗങ്ങൾ നമ്മളുടെ ബ്രെയിനിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള എനർജിയെ ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഓം ധ്യാനവിദ്യ എന്ന് വിളിക്കുന്ന വളരെ സവിശേഷമായ ഒരു മെത്തേഡ് നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ഓംകാര നാദയോഗം, ജപയോഗം മനുഷ്യ മനസ്സിനെ വളരെ വേഗത്തിൽ ശാന്തമാക്കും. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബൗദ്ധികമായ ശേഷി വർദ്ധിപ്പിക്കും, നമ്മുടെ ഷഡാധാര ചക്രങ്ങളെ എനർജൈസ് ചെയ്യും, ശരീരത്തിനും ഒരു ശാന്താവസ്ഥ ഉണ്ടാക്കും, ഊർജാവസ്ഥ ഉണ്ടാക്കും. അങ്ങനെ പ്രണവധ്യാന വിദ്യയാണ് പഠിക്കുക. അപ്പോൾ ഇത് ഓം ജപിക്കുന്നതിനൊന്നും നിങ്ങൾ ഒരു വിഷയമില്ല. ഏത് ജാതി, ഏത് മത ജാതികളൊന്നും ഇവിടെയില്ല. നമ്മുടെ സിസ്റ്റം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പാഴ്സികളും ജൈനനും മതമുള്ള ആളും ഒക്കെ പഠിക്കുന്നുണ്ട്. സംഗീതത്തിന് നിങ്ങൾ മതത്തിൻ്റെ അതിർവരമ്പ് കൊടുക്കുന്നില്ല എങ്കിൽ ഓം ധ്യാനത്തിനും പ്രണവം ജപിക്കുന്നതിനും മതം വിഷയമല്ല. നിങ്ങളുടെ മതവിശ്വാസം അതേപോലെ പുലർത്തുക. ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും മുസ്ലിം ആണെങ്കിലും നിങ്ങളുടെ മതവിശ്വാസം, ക്ഷേത്രവിശ്വാസം, പള്ളിയിലുള്ള വിശ്വാസം, ആ മതാനുഷ്ഠാനങ്ങളൊന്നും ഇത് ചെയ്യുമ്പോൾ ഉപേക്ഷിക്കേണ്ടതില്ല. അത് അതേപോലെ പോട്ടെ, നല്ല കാര്യം. ആയുഷ്കല നമുക്ക് കൂടുതൽ ഊർജ്ജവും ശാന്തിയും സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യുന്ന വിദ്യയാണ്. അപ്പോൾ അതിലെ ഒരു മെത്തേഡാണ് പ്രണവ ധ്യാന വിദ്യ. അതാണ് പ്രാണായാമം, ഊർജ്ജപ്രസരണ പ്രാണായാമം, പ്രണവ ധ്യാന വിദ്യ. മൂന്നാമത്തെ മെത്തേഡ് ഇതിൻ്റെ അകത്ത് വരുന്നത് സങ്കല്പക്രിയകളാണ്. സങ്കല്പം എന്ന് പറഞ്ഞാൽ മനസ്സിനെ ക്രിയേറ്റീവാക്കുന്ന, പോസിറ്റീവാക്കുന്ന ചില സ്വയം നിർദ്ദേശങ്ങളാണ് നമ്മളിവിടെ കൊടുക്കുക. നമ്മൾ പലപ്പോഴും മനസ്സിൽ ചിന്തിക്കുന്നത് നടക്കില്ല, അല്ലെ? നമ്മൾ ആദ്യ ക്ലാസ്സുകളിൽ പറഞ്ഞു നോ 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 എന്നാണ് പറയുന്നത്. ഇത് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ് വരിക. മനുഷ്യ മനസ്സിനെ കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്, സൂപ്പർ കോൺഷ്യസ് മൈൻഡ് എന്നൊക്കെ തിരിച്ചിട്ടുണ്ട്. ബോധമനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ്, അതീത മനസ്സ്. നമ്മളതിനെപ്പറ്റി വിശദമായി മുന്നോട്ട് പോകുമ്പോൾ പഠിക്കും. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളുടെ ഉള്ളിൽ, ഉപബോധ മനസ്സിൻ്റെ ഉള്ളിൽ പൂർവ്വജന്മ വാസനകൾ കൊണ്ടും ഈ ജന്മത്തിലെ അടുക്കും ചിട്ടയും നിഷ്ഠയും ഇല്ലാത്ത ജീവിതം കൊണ്ടും പലപ്പോഴും നെഗറ്റീവാണ് നമ്മൾ ചിന്തിക്കുക. ഒരു 70% മനുഷ്യരും പലതും നെഗറ്റീവാണ്. നടക്കില്ല, ഒരു കാര്യം പറയുമ്പോൾ തന്നെ ഇല്ല, നടക്കില്ല എന്ന ചിന്ത ഉള്ളിലുണ്ടായി. അപ്പോൾ അത് നടക്കില്ല, വളരില്ല, ഉയരില്ല, സാമ്പത്തികമായി മെച്ചപ്പെടില്ല, രോഗം മാറില്ല, എന്നും ദുഃഖമാണ്. ഇങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ നാം എന്ത് ചിന്തിക്കുന്നുവോ നാം അതായി മാറും. അതാണ് പ്രകൃതി നിയമം, ലോ ഓഫ് അട്രാക്ഷൻ, ആകർഷക നിയമം എന്ന് ശാസ്ത്രകാരന്മാർ പറയും. അപ്പോൾ ഇവിടെ നമ്മളെ പോസിറ്റീവാക്കുന്ന, ക്രിയേറ്റീവാക്കുന്ന ചിന്തകൾ മനസ്സിൽ ഉൽപ്പാദിപ്പിക്കണം. നമ്മൾ ഉപബോധ മനസ്സെന്ന് പറഞ്ഞാൽ ബ്ലാങ്ക് സ്ലൈറ്റ് ആണ്. അവിടെ എന്താണോ എഴുതുന്നത് അത് റിഫ്ലക്റ്റ് ചെയ്യും. എന്താണോ നിങ്ങൾ ഇൻപുട്ടായി കൊടുക്കുന്നത് അത് ഔട്ട്പുട്ടായി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഉപബോധ മനസ്സിനെ ശക്തമാക്കുന്ന ശാക്തീകരണ, മനഃശക്തി വർദ്ധക ക്രിയകളാണ് സങ്കല്പക്രിയകൾ. ആ സങ്കല്പക്രിയകളും ഈ കോഴ്സിൻ്റെ ഭാഗമായി നമ്മൾ പഠിക്കുന്നു. അപ്പോൾ ഊർജ്ജപ്രസരണ പ്രാണായാമങ്ങളുണ്ട്, അതുപോലെ തന്നെ പ്രണവധ്യാന മെത്തേഡുകളുണ്ട്, സങ്കല്പക്രിയകളുണ്ട്. ഇതാണ് ആയുഷ്കലയിൽ ലളിതമായി പഠിക്കുന്ന വിദ്യകൾ. എന്നാൽ ഇത് വളരെ ശക്തമായ വിദ്യകളാണ്. ഏത് രോഗാവസ്ഥയിലുള്ളവർക്കും ആയുഷ്കല പരിശീലിക്കാം. ശ്വാസം എടുത്തു വിടാൻ കഴിയുന്ന ഏതൊരാൾക്കും ചെയ്യാൻ കഴിയുന്ന
ലളിതമായ പരിശീലനമാണ് ആയുഷ്കല എന്ന് പറയുന്നത്. ശരീരത്തെ ക്ലേശിപ്പിക്കുന്ന തലകുത്തി നിൽക്കലോ അല്ലെ കാല് മുകളിലേക്കാക്കി നിൽക്കുന്നതോ യോഗാസനങ്ങളോ ഒന്നും ഇതിൻ്റെ അകത്തില്ല. സുഖകരമായിട്ട് നിങ്ങൾക്ക് പരിശീലിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ആയുഷ്കല ചെയ്യുന്ന സമയത്ത് നമ്മൾ ജീവിതത്തിൽ പുലർത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇത് അനുഷ്ഠിക്കേണ്ടത്, നിയമങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ ഒരു വലിയ നിയമവുമില്ല. നിയമമില്ല എന്ന് വെച്ചാൽ നിങ്ങളുടെ ആഹാര കാര്യത്തിലോ പ്രത്യേകിച്ച് നിയമമില്ല. വെജിറ്റേറിയനോ നോൺ വെജിറ്റേറിയനോ കഴിക്കാം അവനവൻ്റെ ആഹാര രീതി പോലെ. ഇത് സന്യാസികൾക്ക് മാത്രമേ ചെയ്യാമോ? അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഞാനും ഗൃഹസ്ഥരാണ്, നിങ്ങളും നമ്മളെല്ലാവരും ഗൃഹസ്ഥന്മാരാണ്. രാവിലെ എഴുന്നേൽക്കുകയും സാധന ചെയ്യുകയും ജോലിക്ക് പോവുകയും പിന്നീട് വരികയും സാധന ചെയ്യുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെയൊക്കെ പല ആചാര്യന്മാരുടെയും ജീവിത രീതി. അപ്പോൾ ഇത് പഠിക്കുന്നതിന് ബ്രഹ്മചര്യ നിഷ്ഠ ആവശ്യമാണോ? ഒരാവശ്യവുമില്ല. സന്യാസിയാകണമോ? ഒരാവശ്യവുമില്ല. നിങ്ങളുടെ നോർമൽ ലൈഫ് അങ്ങനെ നയിക്കാം. നമ്മൾ ഗൃഹസ്ഥരാണ്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്. അവരവരോടൊക്കെയുള്ള കർമ്മം കടമ അതേ രീതിയിൽ തന്നെ അനുഷ്ഠിച്ചു പോകാം. പ്രത്യേകിച്ച് വ്രതങ്ങളില്ല, പ്രത്യേകിച്ച് നിയമങ്ങളില്ല. ബ്രഹ്മചര്യ നിഷ്ഠ ഇതിൻ്റെ അകത്ത് പറയുന്നില്ല. വെജിറ്റേറിയനോ നോൺ വെജിറ്റേറിയനോ നിങ്ങൾക്ക് ഭക്ഷിക്കാവുന്നതാണ്. മദ്യപാന ശീലമുള്ളവർ, പുകവലി ശീലമുള്ളവർക്ക് ആയുഷ്കല ചെയ്യാൻ കഴിയുമോ? കഴിയും, തീർച്ചയായിട്ടും. നിങ്ങളുടെ ആ ദുശീലത്തിൻ്റെ കൂടെ ആയുഷ്കല പരിശീലനം എന്ന സുശീലം കൂടി നിങ്ങൾ കൂട്ടിച്ചേർക്കുക. നമ്മൾ മദ്യപിക്കുന്നതും പുകവലിക്കുന്നതും ഒക്കെ എന്തിനു വേണ്ടിയാണ്? ഒരു സുഖം, ഒരു സന്തോഷം, ഇതിനു വേണ്ടിയാണ് ചെയ്യുന്നത്. പക്ഷേ അത് നമ്മളുടെ ശാരീരിക അവയവങ്ങളെയും നമ്മളുടെ മനസ്സിനെയും നമ്മളുടെ ബോധത്തെയും നമ്മളുടെ ജീവിതത്തെയും തന്നെ പുകവലിയും മദ്യപാനവും തകർത്ത് കളയുമെന്ന് നമുക്കറിയാം. ഒട്ടേറെ കുടുംബങ്ങൾ പുകവലിയുടെ പേരിൽ ശ്വാസകോശ അർബുദം പോലെയുള്ള രോഗങ്ങൾ പിടിപെട്ടിട്ടുണ്ട്. മദ്യപാനത്തിൻ്റെ പേരിൽ ലിവർ സിറോസിസ് പോലെയുള്ള അസുഖങ്ങൾ പിടിപെട്ടിട്ടുണ്ട്. അതുകൂടാതെ മദ്യപാനം ഓരോ കുടുംബങ്ങളിലും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, കുടുംബപരമായ പ്രശ്നങ്ങളെയൊക്കെ പറ്റി നമുക്കറിയാം. അപ്പോൾ നിങ്ങൾ അതിനെയൊക്കെ ഒരു നിയന്ത്രിതമായ രീതിയിൽ, അതിനെയൊക്കെ നിർത്താൻ സാധിക്കാത്ത ഒരു നിയന്ത്രിതമായ രീതിയിൽ കൊണ്ടുപോകുക. നിങ്ങൾ അങ്ങനെ മദ്യപാനം ഉണ്ടെങ്കിലും പുകവലി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആയുഷ്കല അതിനോടൊപ്പം പരിശീലിക്കാം. തീർച്ചയായിട്ടും ആയുഷ്കല നന്നായി പരിശീലിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അത്തരത്തിലുള്ള ദുശീലങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ കഴിയും. മദ്യപിക്കുന്നതും പുകവലിക്കുന്നതും അതിൽ നിന്ന് കിട്ടുന്ന ഒരു ആനന്ദത്തിനാണ്. അതിനപ്പുറമായ ആനന്ദം, ഇന്നർ ബ്ലിസ്, ജോയ്, ഹാപ്പിനെസ്, ഇതൊക്കെ നമുക്ക് ആയുഷ്കല പരിശീലനത്തിലൂടെ അന്തരംഗത്തുണ്ടാകും. മദ്യത്തിൽ നിന്നും പുകവലിയിൽ നിന്നും കിട്ടുന്ന ലഹരിയേക്കാൾ 1000 ഇരട്ടി ലഹരി അന്തരംഗത്തിൽ നുരഞ്ഞു പൊങ്ങുന്ന ശാന്തിയുടെ, സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ ലഹരി നമുക്ക് നുകരാൻ കഴിയും. ധാരാളം പേര് മദ്യപാന ശീലമുള്ളവരും പുകവലി ശീലമുള്ളവരും ഒക്കെ ആയുഷ്കല കുണ്ഡലിനി ക്രിയയൊക്കെ പഠിച്ചിട്ടുണ്ട്. അവരൊക്കെ അതിനെയൊക്കെ പിന്നീട് സ്വയം അവർക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. അതിനുള്ള മനഃശക്തിയും ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ആയുഷ്കല പരിശീലിക്കുമ്പോഴുള്ള ഒറ്റ നിയമം എന്ന് പറഞ്ഞാൽ എന്നും ഇത് അഭ്യസിക്കണം. രാവിലെയും വൈകിട്ടും പരമാവധി നിങ്ങൾ പരിശീലിക്കുക. രാവിലെയുള്ള സമയം 4 മണി മുതൽ 6 മണി വരെ ഏറ്റവും ഉത്തമമാണ്. ഇല്ലെങ്കിൽ രാവിലെ 8 മണിക്ക് മുമ്പ്. വൈകിട്ടാണെങ്കിൽ 5 മണി മുതൽ 9 മണി വരെയുള്ള സമയം നല്ലതാണ്. ഒരു നേരമോ 2 നേരമോ നിങ്ങൾക്ക് ചെയ്യാം. എന്താണെങ്കിലും ഒരു ദിവസത്തിൽ ഞാൻ ആയുഷ്കല ചെയ്തിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ നിയമം. ഇനി ഇത് മുടങ്ങിപ്പോയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പവുമില്ല. ശാപമോ താപമോ പ്രശ്നമോ സൈഡ് എഫക്റ്റോ ഒന്നുമില്ല. എന്നാൽ ഒരു വിദ്യ നമുക്ക് പൂർണ്ണമായും സ്വായക്തമാകണമെങ്കിൽ നിഷ്ഠയോടെ, കൃത്യതയോടെ കുറച്ച് ദിവസങ്ങൾ നമ്മൾ, ഒരു മണ്ഡലം 41 ദിവസമെങ്കിലും നമ്മൾ കൃത്യമായിട്ട് പരിശീലിക്കണമെന്നാണ് പറയുക. ഈ ഒരൊറ്റ നിയമമാണ് ആയുഷ്കല പരിശീലനത്തിലുള്ളത്. പരമാവധി എന്നും മുടങ്ങാതെ കൃത്യതയോടെ നിഷ്ഠയോടെ അറിഞ്ഞ് ആസ്വദിച്ച് ലയിച്ച് സന്തോഷപൂർവ്വം ഇതനുഷ്ഠിക്കുക. ആയുഷ്കല എവിടെ ഇരുന്ന് വേണം പ്രാക്ടീസ് ചെയ്യാൻ? നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ പൂജാമുറി ഉണ്ടാവാം. പൂജാമുറിയിൽ ഇരുന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ടെറസ് ഉണ്ടാവാം, ഓപ്പൺ ടെറസ് ഉണ്ടാകാം, അവിടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാം. ഗാർഡൻ ഉണ്ടാവാം, അവിടെ ഇരുന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇനി ഒരുപക്ഷെ നമ്മളുടെ വീട്ടിൽ അങ്ങനെ പ്രത്യേകിച്ചുള്ള മുറികളോ സൗകര്യങ്ങളോ നമുക്കില്ലെങ്കിൽ നമ്മളുടെ ഹാളിലോ എവിടെയാണ് സൗകര്യപ്രദമായ സ്ഥലം അവിടെ ഇരുന്ന് നിങ്ങൾക്ക് ആയുഷ്കല പരിശീലിക്കാം. ഓക്കെ, അവിടെ ഇരുന്ന് നിങ്ങൾക്ക് പരിശീലിക്കാം. ചെയ്യുന്ന അന്തരീക്ഷം, അത് മുറിയാണെങ്കിലും പുറത്താണെങ്കിലും ടെറസിൻ്റെ മുകളിലാണെങ്കിലും അന്തരീക്ഷം ശുദ്ധമായിരിക്കണം. പൊടിപടലങ്ങളില്ലാത്ത ഒരു അന്തരീക്ഷത്തിലിരുന്ന് ചെയ്യണം. കാരണം നമ്മൾ ആഴത്തിൽ ശ്വാസം എടുക്കുന്നുണ്ട്, വിടുന്നുണ്ട്, അല്ലേ? ഇപ്പോൾ എടുക്കുന്ന ശ്വാസം കൂടുതൽ ഡെപ്തിലാണ്, ആഴത്തിലാണ്. അപ്പോൾ കൂടുതൽ വായു ഉള്ളിലേക്ക് കയറും. അപ്പോൾ ആ പരിസരം ശുചിയാക്കിയിട്ട് നമ്മൾ ചെയ്യണം. പൊടിപടലങ്ങളില്ലാത്ത നല്ലൊരു അന്തരീക്ഷത്തിൽ ഇരുന്ന് വേണം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ. രാത്രി മുഴുവൻ മുറിയൊക്കെ അടച്ചിട്ടിട്ടുണ്ടെങ്കിൽ
രാവിലെ ആയുഷ്കല പരിശീലിക്കുന്നതിന് മുമ്പ് മുറി ജനാലകളൊക്കെ ഒന്ന് തുറന്ന് വായു പ്രവാഹമൊക്കെ നടത്തിയിട്ട് ആയുഷ്കല പ്രാക്ടീസ് ചെയ്യണം. കാരണം രാത്രി മുഴുവൻ വായു കെട്ടിക്കിടക്കുമ്പോൾ വായു ദുഷിക്കും. അതുകൊണ്ട് രാത്രി അടച്ചിട്ട റൂമോ വീടോ ഒക്കെ ആണെങ്കിൽ ഒന്ന് തുറന്ന് ജനാലകളൊക്കെ തുറന്ന് ഫാനൊക്കെ ഇട്ട് ഒന്ന് ആ മുറിയിൽ ഒരു വായു പ്രവാഹമൊക്കെ നടത്തിയിട്ട് വേണം ആയുഷ്കല ചെയ്യാൻ. എന്തായാലും ചെയ്യാൻ ഉപയോഗിക്കുന്ന അന്തരീക്ഷം ശുദ്ധമായിരിക്കണം, വൃത്തിയുള്ളതായിരിക്കണം. ഏത് രീതിയിലുള്ള വസ്ത്രധാരണ രീതി വേണം? കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് വസ്ത്രവും നിങ്ങൾക്ക് ധരിക്കാം. ഓക്കെ, പ്രത്യേകിച്ചും കൈയും കാലും അനക്കുന്ന വലിയ ചലനങ്ങളൊന്നുമില്ല. കൃത്യമായി ഇരുന്ന് നട്ടല് നിവർത്തിയിരുന്ന് ചെയ്യുന്ന പ്രാക്ടീസാണ്. അതുകൊണ്ട് ഏത് വസ്ത്രവും ആകാം. ട്രാക്ക് സൂട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ കംഫർട്ടബിൾ. ഇപ്പം നമ്മൾ യോഗാസനമൊക്കെ ചെയ്യുമ്പോഴാണ് പ്രത്യേക ഡ്രസ് കോഡുകളൊക്കെ പറയുക, കൈയും കാലും ഒക്കെ ഉയർത്തുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട്. ഇവിടെ പ്രത്യേകിച്ച് വസ്ത്രധാരണത്തിൽ പറയുന്നില്ല. കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് വസ്ത്രവും നിങ്ങൾക്ക് ധരിക്കാം. എന്നാൽ ഇറുകി കിടക്കുന്ന വസ്ത്രങ്ങൾ ഒഴിവാക്കുക. വലിയ ജീൻസൊക്കെ ഇട്ട് അല്ലെങ്കിൽ മൊത്തം വയറിനെയൊക്കെ എന്താ പറയുക ടൈറ്റാക്കുന്ന ഡ്രസ്സുകളൊക്കെ ആ സമയം ഒഴിവാക്കുക. കംഫർട്ടബിളായ ലൂസായ ഏത് വസ്ത്രവും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കാവുന്നതാണ്. കുടുംബാംഗങ്ങളെ എല്ലാവരെയും പങ്കെടുപ്പിച്ച് ചെയ്യാമോ? തീർച്ചയായിട്ടും. നിങ്ങളൊരു വീട്ടിലുള്ള ഒരാളാണെങ്കിൽ ആയുഷ്കല പരിശീലിപ്പിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളെ കൂടി അതിൻ്റെ അകത്ത് ചേർക്കുക. അവരുടെ ഡീറ്റെയിൽസ് നമ്മളുടെ കോർഡിനേറ്റർക്ക് അയച്ചു കൊടുക്കുക. കാരണം നമ്മളെല്ലാം റെക്കോർഡിക്കലായിട്ട് പോകുന്നതാണ്. ആരൊക്കെ പഠിക്കുന്നുണ്ടെന്നെല്ലാം നമ്മളൊരു രജിസ്റ്റേർഡ് ഓർഗനൈസേഷനാണല്ലോ. അതുകൊണ്ട് നമുക്ക് കൃത്യമായ കണക്കുകൾ വേണം. നിങ്ങളുടെ കൂട്ടത്തിൽ അവരെയും പഠിപ്പിക്കുക. വളരെ നല്ല കാര്യമാണ്. നിങ്ങൾക്ക് കൂട്ടുകാരെ മറ്റുള്ളവരെയൊക്കെ ബന്ധുക്കൾക്കൊക്കെ പഠിപ്പിക്കണമെങ്കിൽ അവരെയും കോഴ്സിൽ ചേർക്കുക. നിങ്ങൾ ചെയ്യുമ്പോൾ അവർക്കൊപ്പം ചേർന്ന് ചെയ്യുക. കാരണം ആയുഷ്കലയിൽ നിരവധി ക്ലാസ്സുകൾ നിങ്ങൾക്ക് നൽകും. ഗൂഗിൾ മീറ്റിൽ രാവിലെയും വൈകിട്ട് ഒക്കെ ആയിട്ട് നമ്മളുടെ ഇൻസ്ട്രക്ടേഴ്സ് നിരവധി ക്ലാസ്സുകൾ നിങ്ങൾക്ക് നൽകും. ഒരു 31 ദിവസമെങ്കിലും നിങ്ങളിത് കൃത്യമായി പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് ഇതിൽ നിന്ന് ഒരു ഗുണവും കിട്ടുന്നില്ല, പ്രയോജനവും കിട്ടുന്നില്ല, ഇത് വെറുതെ സമയം കൊല്ലി പരിപാടിയാണെങ്കിൽ നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോകുക. 30 ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ ഒരിക്കലും ഉപേക്ഷിക്കില്ല. ആയിരക്കണക്കിന് ആൾക്കാരിത് പഠിക്കുന്നുണ്ട്. അത് ചെയ്യാത്തവരാണ് നിർത്തിപ്പോകുന്നത്. ചെയ്തവർക്ക് അതിൻ്റെ ഒരു സുഖം, ഉള്ളിലുണ്ടാകുന്ന ആനന്ദം, ആരോഗ്യം, ശാന്തി, സന്തോഷം സ്വയമേവ തിരിച്ചറിയാൻ കഴിയും. പക്ഷെ അതിനൊരു സമയം കൊടുക്കണം. നമ്മളൊരു കോഴിമുട്ട സാധാരണഗതിയിൽ വെച്ചാൽ വിരിയാൻ 21 ദിവസം വേണം. ഒരു തേങ്ങ നമ്മൾ മണ്ണിൽ കുഴിച്ചിട്ടാൽ അത് മുള പൊട്ടി ഒരു ചെറിയ തെങ്ങും തൈയായി, പിന്നീട് അത് വളർന്ന് ഒരു തെങ്ങായി, അതിൽ നിന്ന് തേങ്ങ കിട്ടാൻ ഒരു സമയമുണ്ട് അല്ലേ? നമ്മളൊരു സിനിമയിൽ കേട്ടിട്ടില്ലേ, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് നമ്മൾ മോഹൻലാലിൻ്റെ ശ്രീനിവാസൻ്റെ സിനിമയിൽ കേട്ടിട്ടുണ്ട്. എന്നതുപോലെ ആയുഷ്കല ഇന്ന് ചെയ്തു, നാളെ തന്നെ എനിക്ക് റിസൾട്ട് വേണമെന്ന് വാശി പിടിക്കരുത്. 30 ദിവസം നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക. 30 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പറ്റും നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന ആനന്ദം, ശാന്തി, സന്തോഷം, ഊർജ്ജസ്വലത നിങ്ങൾക്കറിയാൻ കഴിയും. നമ്മൾ മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിൽ പോകുമോ നരകത്തിൽ പോകുമോ എന്ന് നമുക്കറിയില്ല. നമ്മൾ സ്വർഗനരകങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് മതവിശ്വാസികളായിട്ടുള്ളവർ. അത് നമ്മളുടെ കർമ്മം അനുസരിച്ചിരിക്കും, കർമ്മ നിയമം അനുസരിച്ചിരിക്കും. പക്ഷേ ആയുഷ്കല ഒരു 30 ദിവസം നിങ്ങൾ അടുപ്പിച്ച് ചെയ്താൽ നിങ്ങളുടെ ശാരീരിക തലത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഊർജ്ജസ്വലത, ഒരു ശക്തിബോധം, നമുക്ക് പലപ്പോഴും ഉണ്ടായിരിക്കുന്ന ക്ഷീണമൊക്കെ മാറി ശരീരം ഒരു എനർജൈസ് ചെയ്ത് നിൽക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. സദാ മനസ്സിനൊരു ശാന്തിയും സ്വസ്ഥതയും ഉണ്ടാകും. ബുദ്ധിക്ക് നല്ല സൂക്ഷ്മതയുണ്ടാകും. നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ഡിവിനിറ്റിയെ, ഒരു സ്പിരിച്വാലിറ്റിയെ നിങ്ങൾക്ക് സ്വയമേവ തിരിച്ചറിയാൻ കഴിയും. ഇതൊന്നും വെറുതെ പറയുന്നതല്ല. ശരിയായി പ്രാക്ടീസ് ചെയ്ത അനേകം പേർക്ക്, നൂറുകണക്കിന് ആളുകൾക്ക് അനുഭവങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഒരു ക്രിയയാണ്. പക്ഷേ നിങ്ങൾക്കൊരു ക്ഷമ വേണം. 30 ദിവസം അനുഭവം ഉണ്ടായെങ്കിലും ഇല്ലെങ്കിലും ഞാൻ അടുപ്പിച്ച് ചെയ്യും. 30 ദിവസമൊന്നും വേണ്ട, ഒരു 15 ദിവസം കഴിയുമ്പോൾ തന്നെ എത്ര വലിയ അനുഭവം ഇല്ല എന്ന് പറയുന്ന ആൾക്കാർക്കും ശരീരത്തിൽ ഊർജ്ജസ്വലതയും ശാന്തിയും സന്തോഷവും എന്താണെന്ന് നിങ്ങൾക്ക് സ്വയമേവ അറിയാൻ കഴിയും. അതാണ് ആയുഷ്കലയുടെ പ്രത്യേകത.